മുഹമ്മദ് ഇഷാന്റെ വീഡിയോ ഓഫ് ആണല്ലോ. ഷാരൂഖ് ഫാറൂഖിന്റെ വീഡിയോ ഓഫ് ആണ്. ഇവരൊക്കെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആക്കപ്പെടാം കേട്ടാ, പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റുഫൈദ അബ്ബാസ് വീഡിയോ ഓഫ് ആണ്, ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, ബിലാലേ, ബിലാൽ നാസർ, ബിലാൽ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ബിലാലെ പഠിച്ചേ? ബുക്കിൽ നോക്കല്ലേ കേട്ടാ, ബുക്കിൽ നോക്കരുത്. പറഞ്ഞു. ലോ പഠിച്ചു. ലോ പഠിച്ചു അല്ലെ? എന്തിന്റെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ? The incident ray, refracted ray and normal at the point of incident after separation lies on the same plane. ഓക്കെ, ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ഇതെല്ലാം ഒരു പ്ലെയിനിലായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. സുഹൈലെ, സെക്കൻഡ് ലോ എന്ന് പറഞ്ഞേ. സെക്കൻഡ് ലോ, ratio of angle of incidence to the sine of angle കണ്ണടച്ച് പറ. പറഞ്ഞു. of angle of refraction will be a constant. സ്നെൽസ് ലോ എന്ന് പറഞ്ഞേ. സ്നെൽസ് ലോ അറിയാവോ? ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞാണ് സ്നെൽസ് ലോ കേട്ടാ. ഓക്കെ, സ്നെൽസ് ലോ ഒന്നും കൂടെ അവിടെ എഴുതി വെച്ചോ കേട്ടാ. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ സെക്കൻഡ് ലോക്ക് വേറൊരു പേരുണ്ട്, സ്നെൽസ് ലോ. സ്നെൽസ്, SNELLS ലോ. ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. രണ്ടാമത് പറഞ്ഞല്ലോ, സ്നെൽസ് ലോ ചോദിച്ചാൽ രണ്ടാമത്തെ ലോ എഴുതി വെച്ചാൽ മതി കേട്ടാ. ഓക്കെ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചിട്ട് സ്നെൽസ് ലോ ചോദിക്കുമ്പോ അയ്യോ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ കേട്ടാ. ഇത് തന്നെയാണ് സ്നെൽസ് ലോ വരുന്നത്. ഓക്കെ, ആരാണ്? പറഞ്ഞോ. ആംഗിളിന്റെ കേസ് അല്ലേ? ആംഗിളിന്റെ കേസ് വരുന്നത്. മുഹമ്മദ് സാബിത്ത, എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ? വാട്ട് ഈസ് മെന്റ് ബൈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ബുക്കിൽ നോക്കല്ലേ, കണ്ണടച്ച് പറഞ്ഞു. എന്നാ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്? ലാസ്റ്റ് എന്നാ ക്ലാസ്സിൽ ഉണ്ടായിരുന്നേ? മിനിഞ്ഞാന്ന്. അപ്പൊ കുഴപ്പമില്ല, നിന്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടാ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിഞ്ഞാന്ന് പഠിപ്പിച്ച അല്ലേ പിള്ളേരെ? മിനിഞ്ഞാന്നല്ല പഠിപ്പിച്ചേ? അതെ. നാദിർ ഷാ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. നാദിർ ഷാ പറഞ്ഞോ. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? നാദിർ ഷാ, കേൾക്കുന്നില്ല? നാദിർ ഷാ സ്ഥിരം കേൾക്കുന്നില്ല എന്ന് പറയുന്നോണ്ടേ എനിക്കെന്തോ ഈ അരിയാരം കഴിക്കുന്നതിന്റെ ആവും കേട്ടോ. എന്റെ പ്രശ്നമാവാം. എനിക്കെന്തോ ഒന്നും അങ്ങ് ദഹിക്കുന്നില്ല അത് കേട്ടോ. അതുകൊണ്ട് ഞാൻ നാദിർ ഷായുടെ പേര് എഴുതുവാണ് കേട്ടോ. ഓക്കെ, ഇനി ആരാണ്? അരിയുടെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. മുഹമ്മദ് ഇൻസാഫ്, മുഹമ്മദ് ഒന്ന് പറഞ്ഞേ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞേ. The refractive index, the medium respect another vacuum is called മറ്റൊരു വാക്വം അല്ല another വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം എന്ന് പറയാം, അല്ലെങ്കിൽ വാക്വം. അനദർ മീഡിയം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എന്നാ. okay, that's the other medium with respect to another medium. ഇക്വേഷൻ ഒന്ന് പറയാമോ? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ. Absolute refractive index n is equal to c by v. ഓക്കെ, മിടുക്കൻ. n equal to c by v അല്ലേ? ഹയ, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അറിയാമെങ്കിൽ എനിക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അറിയാമെങ്കിൽ എനിക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറഞ്ഞോ, എങ്ങനെ കണ്ടുപിടിക്കും? n12 equal to v2 n21 equal to v1 by v2, n12 equal to v2 by v1. എനിക്ക് v2 v1 ഒന്നും അറിയില്ല. എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും മാത്രമേ അറിയാവുള്ളൂ. ഒന്നിന്റെ ആംഗിൾ അറിയാലോ, സൈൻ ഐ ബൈ സൈൻ ആർ. അത് വിട്ടുപോകരുത് ഡാ. ഓക്കെ, കാര്യം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ അത് മറക്കരുത്. സൈൻ ഐ ബൈ സൈൻ ആർ
രണ്ടിന്റെ സൈൻ എടുത്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. 2 വിത്ത് റെസ്പെക്ട് ടു 1 ആയിരിക്കും കിട്ടാന്നുള്ളൂ. 2 വിത്ത് റെസ്പെക്ട് ടു 1 ആയിരിക്കും നമുക്ക് കിട്ടുക. മുഹമ്മദ് അബ്ദുറഹ്മാൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ. മുഹമ്മദേ, ഇനി എന്താ ചോദിക്കാനുള്ളത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കും? വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. സ്പീഡ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ശ്രദ്ധിച്ച് ഒറ്റ ആൻസർ ഉള്ളൂ കേട്ടോ. വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് പറഞ്ഞോ. അറിയാവോ അറിയില്ലയോ? കമന്റ് ആൻസർ കമന്റ് കേൾക്കുന്നില്ല, സൗണ്ട് പ്രശ്നം. ഒന്ന് പറഞ്ഞ അഭിനയ, എങ്ങനെയായിരിക്കും വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് വരുമ്പോ? സാർ സ്പീഡ് ഓഫ് ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് വാട്ടർ. സ്പീഡ് ഓഫ് ഗ്ലാസ് ഓടുവാണോ? അല്ല, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ. ഞാൻ ഏതാ ചോദിച്ചേ? വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണോ ചോദിച്ചേ? എന്നാ ഓക്കെ, തിരിച്ചു പറയണം, ആ കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ, പറഞ്ഞോ. അല്ല സാർ ഇപ്പൊ പറഞ്ഞോടെ പറഞ്ഞു ക്വസ്റ്റ്യൻ. വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ? അപ്പൊ ഗ്ലാസ് അല്ലേ മേളിലും? എന്റെ ഗ്ലാസ് മേളിൽ വരും. വിത്ത് റെസ്പെക്ട് ടു എന്താണോ അത് മേളിൽ വരും. ഇനി വിത്ത് റെസ്പെക്ട് ടു വാക്വം നമ്മൾ എടുക്കുന്ന അബ്സല്യൂട്ടിൽ വാക്വം ആയിരിക്കും മേളിൽ വരിക, അത് ഓർത്തിരിക്കുക. അപ്പൊ വാക്വത്തിന് പകരം ഇവിടെ മറ്റൊരു മീഡിയം കയറി വരുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. അബ്സല്യൂട്ടിൽ വാക്വം എടുക്കുന്നതിന് പകരം മറ്റൊരു മീഡിയം കയറി വരുന്നു. ഓക്കെ, ഇനി നമുക്ക് ലെൻസിന്റെ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലേക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ലാസ്റ്റത്തേക്ക് വന്ന് ഞാൻ ആ ഒഴുക്കിൽ അങ്ങ് വിട്ടുപോകും. വേറൊന്നുമില്ല, നമ്മൾ ആ മിറർ ചെയ്ത പോലെ തന്നെ നമ്മൾ ലെൻസിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ലെൻസ് ഹോൾഡർ എല്ലാവരും കയ്യിലില്ലേ? മിറർ ഹോൾഡർ നിങ്ങൾ ആ ഇത് വെച്ച് ഉണ്ടാക്കിയില്ലേ? കാർഡ്ബോർഡിന്റെ പീസ് വെച്ച് മിറർ ഹോൾഡർ ഉണ്ടാക്കിയിട്ടില്ല? അതെല്ലാരും കിറ്റിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നു അത് കിറ്റിലുണ്ടാവണം. ഓക്കെ, അത് സ്ക്രീനൊക്കെ ഇല്ലേ? ഒന്നും കളഞ്ഞിട്ടില്ലല്ലോ? ഓക്കെ, നാളെ ഇന്നിപ്പോ സ്ക്രീനിൽ അത് ഞാൻ വരാം അതിലേക്ക് വരാം കേട്ടോ. നാളെ എന്തായാലും, നാളെ നിർബന്ധമായിട്ടും അത് രണ്ടും വേണം. പിന്നെ 2 ചാർട്ട് വേണം. 2 ചാർട്ട് എന്താ? 2 ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെൻസ് ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലം കൂടുതൽ വേണം, അതുകൊണ്ട് 2 ചാർട്ട് മേടിക്കാം കേട്ടോ. ഓക്കെ, 2 ചാർട്ട്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന പെൻസില്, അല്ല കട്ടി കൂടിയ മാർക്കർ, സ്കെയില്, നമ്മൾ ആ കോൺകേവിന്റെ ചെയ്ത സംഭവങ്ങളൊക്കെ. കട്ടി കൂടിയ മാർക്കർ വേണം, 30 സെന്റിമീറ്ററിന്റെ സ്കെയില് വേണം. ഓക്കെ, പിന്നെ ക്യാൻഡിൽ ലൈറ്റർ. ഓക്കെ, ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം. നാളെ വേറെ എക്സ്ക്യൂസുകൾ പറയരുത് കേട്ടോ. കാരണം നമ്മുടെ ലേണിംഗ് സിസ്റ്റം അതാണ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയും ചെയ്ത് മനസ്സിലാക്കിയിട്ട് സയൻസ് പഠിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ വായിച്ചു പഠിക്കലാവും. അത് തന്നെയല്ലേ നിങ്ങൾ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ഇവിടെയും ചെയ്യും. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നാളെ വരുമ്പോ ആക്ടിവിറ്റിക്ക് പ്രിപ്പയർ ആയിട്ട് വരാം. എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് പറയാം കേട്ടോ. എക്സ്ക്യൂസ് വരുത്താണ്ടിരിക്കുക മാക്സിമം. ഓക്കെ പറഞ്ഞോ സാർ. 2 ചാർട്ട് വേണോ? 2 ചാർട്ട് വേണം, കാരണം നമുക്ക് കുറച്ച് സ്ഥലം കൂടുതൽ വേണ്ടി വരും, സ്പേസ് കേട്ടോ. ഓക്കെ സാർ, ഇപ്പൊ വലിയ ടേബിൾ ആണോ? വലിയ അത്യാവശ്യം വീതി എത്ര? നിങ്ങളുടെ ഇപ്പൊ ടേബിൾ എന്ന് പറയുമ്പോ എത്ര സെന്റിമീറ്റർ ഉണ്ടാവും വലിപ്പം? സാർ ചാർട്ട് വെക്കാൻ പറ്റും. 2 ചാർട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, അതോ 1 ചാർട്ടോ? 1 ചാർട്ട്. 1 ചാർട്ട് വെക്കാനുള്ള സ്പേസ് ഉള്ള അത്യാവശ്യം അത്യാവശ്യം എത്ര? 45? 45ഓ? ചിലപ്പോ 60 ഒക്കെ വേണ്ടി വരുമല്ലോ. 15 ആണെങ്കിൽ ഡൈനിങ് ടേബിൾ ആണെങ്കിലും മതി, കുഴപ്പമില്ല. ഡൈനിങ് ടേബിളോ കുഴപ്പമില്ല, ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. നമുക്ക് നാളെ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നീളമാണോ വീതിയാണോ കൂടുതൽ വേണ്ടേ? വീതി വേണ്ട, നമുക്ക് നീളമാണ്. വീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിറർ വെക്കാനും ഒരു ക്യാൻഡിൽ വെക്കാനും എന്തോരം വീതി വേണം? നീളത്തിനാണ് പ്രാധാന്യം കേട്ടോ. സാർ എന്താ വേണ്ടത് ഒന്നും കൂടെ പറയോ? ലെഫ്റ്റ് ആയി പോയി. ഇനി ഒരാളും കൂടെ വന്നിട്ട് വീണ്ടും പറയും സാർ ഒന്നുകൂടെ പറയാവുന്നു. അപ്പൊ എന്റെ കുറെ സമയം പോകും. നീ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നോ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയാ? ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് ഇനിയിപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ലെൻസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ എഴുതിക്കോ. അതായത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നിങ്ങളിപ്പോ ഒരു 3 ഇക്വേഷൻ പഠിച്ചേക്കാണ്. അത് ഞാൻ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ അല്ലെ. ഞാനിപ്പോ ഓരോരുത്തർ 3 ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ, അതുകൊണ്ട് നമുക്ക് ആ 3 ഇക്വേഷനും കൂടി വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം.
കേട്ടോ. ആ 3 ഇക്വേഷൻ, അത് വേറെ ഒന്നുമില്ല, നമ്മൾ ചെയ്തത് തന്നെയാണ്. അത് 3ഉം ഒരേ കാര്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എഴുതിക്കോ. ഫൈൻഡ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് air with respect to glass. ഇനിയിപ്പോ ഇവിടെ റിലേറ്റീവ് എന്ന വാക്കില്ല. ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്ന് ചോദിച്ചാലും അവിടെ മീൻ ചെയ്യുന്നത് എന്താ? അബ്സല്യൂട്ട് അല്ല, റിലേറ്റീവ് ആണ് കേട്ടോ. കാരണം എയർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അബ്സല്യൂട്ട് കണ്ടാലും മതി. ഇത് വിത്ത് റെസ്പെക്ട് ടു വേറൊരു മീഡിയം അല്ല. അപ്പൊ ആ വിത്ത് റെസ്പെക്ട് കഴിഞ്ഞ് എന്താണ് കിടക്കുന്നത് അതിനാണ് പ്രാധാന്യം കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു വാക്കുമോ എയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അബ്സല്യൂട്ട് കണ്ടാൽ മതി, കറക്റ്റ് കിട്ടും. പക്ഷെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആയതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഓക്കെ, ഇതാ 2 മീഡിയം, ഇതാണ് എയർ, അതുപോലെ സെക്കൻഡ് മീഡിയം ഗ്ലാസ്. എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, അത് ഗ്ലാസ് ആയതുകൊണ്ട് നോർമലിലേക്ക് ചേർന്ന് പോകുന്നു. ബെൻഡ് ടുവേർഡ്സ് നോർമൽ, ഒരു നോർമൽ വരയ്ക്കുന്നു. ഇനി ഞാൻ ഈ ആംഗിൾസ് രണ്ടും മാർക്ക് ചെയ്യുന്നു. അതായത് ഇൻസിഡന്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 10 ഡിഗ്രി ആണ്. റിഫ്രാക്റ്റഡ് റേ മേക്ക് ചെയ്യുന്നത് 15 ഡിഗ്രി ആണ്, 15 ഡിഗ്രി. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ആരാ പറയാ? അയാനെ, ഒരു ഇക്വേഷൻ പറഞ്ഞ അയാനെ. റിലേറ്റീവ് 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഇക്വേഷൻ പറഞ്ഞു. Sin A by sin R. Sin I by sin R. Sin of I by sin of R. നമ്മൾ ഇന്നലെ ചെയ്തതാണ്. അതായത് സൈൻ, പറഞ്ഞോ. ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് കൂടുതലായിരിക്കില്ലേ? എവിടെയാ ഈ ഫിഗറിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇല്ല, അങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്ങനെ കൂടുതലാവൂലെന്നാ ചോദിച്ചേ? ഇത് എവിടെ നോക്കി? ഇത് ഞാൻ പറഞ്ഞത്, ഇത് എവിടെ നോക്കൂ. അതായത് ഈ ലൈൻ നേരെ പോയാൽ തന്നെ 10 ഡിഗ്രി അല്ലേ വരുള്ളൂ. ഈ ലൈൻ ഇങ്ങനെ നേരെ പോയാൽ തന്നെ അപ്പൊ കുറയേണ്ടയാണല്ലോ അല്ലെ? വെയിറ്റ് ചെയ്യട്ടോ 2 സെക്കൻഡ്. 2 ഗ്ലാസ് എനിക്ക് മുകളിലാണ് 15 കേട്ടോ. തിരിഞ്ഞുപോയി. ശരി, ഓൻ പറഞ്ഞ കറക്റ്റാ. മുകളിലാണ് 15 വരിക. മുകളില് 15, താഴെ സോറി ഇതല്ല, മിസ്റ്റേക്ക് അതല്ല. ഞാൻ ആ മീഡിയം മാർക്ക് ചെയ്ത് മാറിപ്പോയതാ. ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ പ്രശ്നം വരുന്നത്. താഴെയാണ് എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് അല്ല, അപ്പൊ താഴെ എയർ മതി കേട്ടോ. ഓക്കെ, എന്നാലും നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആറിന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം സൈൻ ഐ ബൈ സൈൻ ആർ വെച്ച് കിട്ടുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആണ്. ഓക്കെ, എയർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണ്. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, മീഡിയം മാറ്റി കൊടുത്താൽ മതി, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇത് ഞാൻ രാവിലെ ചെയ്ത സാധനം, ഇതെങ്ങനെ ഇങ്ങനെ തെറ്റിപ്പോയെന്ന്. ഓക്കെ, ഗ്ലാസ് മുകളില് താഴെ എയർ ആയിരിക്കും. 10 ഡിഗ്രി 15. എന്നിട്ട് എന്ത് ചെയ്യാ? സൈൻ ഐ ബൈ സൈൻ ആർ. അതായത് സൈൻ 10 ബൈ സൈൻ 15. ഓക്കെ, അത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. 0.66 ആയിരിക്കും ആൻസർ കിട്ടുക. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടത്. 0.66 ആണ് സൈൻ ഐ ബൈ സൈൻ ആർ. ഇനി അടുത്തൊരു ഇക്വേഷൻ പറഞ്ഞ അൽഫിയ സിദ്ദീഖ്. അടുത്തൊരു ഇക്വേഷൻ നമുക്ക് NAG കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ പറഞ്ഞേ. VG by VA. അമിടിക്ക് VG by VA അല്ലെ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുന്നത് 2 × 10⁸ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 2/3 ആണ് അതിന്റെ ആൻസറും കിട്ടുന്നത്. 0.66 തന്നെയായിരിക്കും. ഇനി ഒരു ഇക്വേഷൻ കൂടെ ഒന്ന് പറഞ്ഞേ ഹയ, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടി.
ഒരു ഇക്വേഷൻ അറിയോ? C by V യൂസ് ചെയ്യാമോ? ഇല്ലില്ല, അത് അബ്സല്യൂട്ടിനല്ലേ. ഇവിടെ ഗ്ലാസ്, അതാ പറഞ്ഞത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്ന് കണ്ടാൽ പിന്നെ അത് തുടരുത്, അത് പിന്നെ അബ്സല്യൂട്ട് ആയി പോകും കേട്ടാ. വിത്ത് റെസ്പെക്ട് ടു വാക്വം ആണ് C/V യൂസ് ചെയ്യാവുള്ളൂ, വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലെങ്കിൽ വെറുതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ. ഓക്കെ, അഫിയ പറഞ്ഞോ. അഫിയക്ക് അറിയോ? VA by VG ചെയ്തൂടെ? അങ്ങനെ ചെയ്താൽ ഇത് തിരിഞ്ഞല്ലേ കിട്ടുന്നത്, ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആയി പോകൂലേ. ഓക്കെ. വേറെ ആർക്കും പറയാം? ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്ന പറഞ്ഞോ. Sir, NAG is equal to NA by NG. അതെ എമിഡിക്ക് NA/NG വെച്ച് നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ് അല്ലെ. അതുപോലെ ഈ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഈ 2/3 കറക്റ്റ് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതേ 1/1.5 എന്ന് കിട്ടും, 2 വെച്ച് വെട്ടിയ. ഓക്കെ, അപ്പൊ സെയിം തന്നെ കിട്ടുക, 0.66. കണ്ടോ, ഏത് ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആ 3 ഇക്വേഷനില് ഫസ്റ്റത്തെ സെന്ററിലുള്ള ഈ ഇക്വേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടോ. മറ്റേത് രണ്ട് നിങ്ങളുടെ അധികം ചോദിച്ചു കണ്ട, നിങ്ങളുടെ ടെക്സ്റ്റിലാണെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. കൂടുതലും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന അബ്സല്യൂട്ട് ആണ്. അമ്ന പറഞ്ഞോ മോളെ, പറഞ്ഞോ. അബിൻ അത് കഴിഞ്ഞ് പറഞ്ഞു. അമ്ന ആദ്യം ചോദിച്ചോളൂ, അത് കഴിഞ്ഞ് അബിൻ ചോദിച്ചു. മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന്? അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ റേഷ്യോ എന്ന് ഇട്ടാലും നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഈ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിന്റെ റേഷ്യോ എടുത്താലും കറക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും. കാരണം സ്പീഡും ഇതൊക്കെ ഏകദേശം പ്രൊപ്പോർഷണൽ ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അബ്സല്യൂട്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ലാന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. അബ്സല്യൂട്ട് അറിയാമെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇത് അബ്സല്യൂട്ടും റിലേറ്റീവും തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അബ്സല്യൂട്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണിത്. ഓക്കെ, ഇനി അബിനെ പറഞ്ഞോ. സാർ ഇതിൽ ഈ ആംഗിൾ എങ്ങനെ കിട്ടിയ 10ഉം 15ഉം? അത് തന്നിട്ടുണ്ട്. സാർ അപ്പൊ ഈ 3 കേസിലും ഈ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ടാവൂലേ നമുക്ക് ചെയ്യണം? പിന്നെ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞത് 3ഉം കണക്ട് ചെയ്യാൻ വേണ്ടി തന്നൊരു ക്വസ്റ്റ്യൻ അല്ല ഇത്. ഞാൻ 3ഉം കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ തന്നുള്ളൂ. ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തരാം, ഇത് ആംഗിൾ ആയിരിക്കും തരിക, അല്ലെങ്കിൽ എന്ത് തരാം. ആംഗിൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്ന, ആംഗിൾ നിങ്ങൾക്ക് അധികം ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് കൂടുതലും ചോദിച്ചിരിക്കുന്ന അബ്സല്യൂട്ട് ആണ് കേട്ടോ. അബ്സല്യൂട്ട് നന്നായിട്ട് പഠിക്കുക. അതിന്റെ കൂടെ ഈ സെൻട്രൽ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതും കൂടുതലും ചോദിച്ച് കണ്ടേക്കണെയാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലെങ്കിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ക്വസ്റ്റ്യനെയറിലൊക്കെ അത് കാണാറുള്ളതാണ് കേട്ടോ. ഓക്കെ, റിലേറ്റീവ് വെച്ചിട്ടുള്ള. അതുപോലെ ആംഗിളിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ? ഇല്ല, അത് കൂടുമ്പോ കൂടുന്നാ പറയാൻ പറ്റുള്ളൂ. അത് കൂടുമ്പോ കൂടും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുന്നല്ലാണ്ട് വേറെ കണക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അത് ഈക്വൽ ഒന്നും ആവില്ലല്ലോ. റിഫ്ലക്ഷൻ ആണ് ഈക്വൽ ആവുന്നെങ്കിലും പറയാറുണ്ട്. അതുപോലെ അത് എടുക്കുന്ന മീഡിയത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നേ, മനസ്സിലായോ? അത് നമ്മൾ എടുക്കുന്ന മീഡിയം മാറുന്നതനുസരിച്ച് ആ ഒരു വേരിയേഷൻ ഒക്കെ മാറും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ റേഷ്യോ അല്ലേ എടുക്കുന്നത്. ഈ റേഷ്യോ എല്ലാത്തിനും ഒരുപോലെയാണെങ്കിൽ എല്ലാത്തിന്റെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, എല്ലാത്തിന്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നായി പോകൂലേ അല്ലേ? ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് തന്നെ ആയിപ്പോ. അങ്ങനെ വരില്ലല്ലോ, ഓരോന്നിന്റെ വേറെ. അപ്പൊ എടുക്കുന്ന മീഡിയത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒക്കെ മാറ്റം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബന്ധം നമുക്ക് പറയാനില്ല. ഓക്കെ, കഴിഞ്ഞെങ്കിൽ അടുത്ത ടോപ്പിക് കൊടുത്തോളൂ. ലെൻസ്. പറഞ്ഞോ. സാർ ആംഗിളിന്റെ കേസിൽ സൈൻ വാല്യൂ തരുമോ? സൈൻ തരും. സൈൻ വാല്യൂ അവർ തരും കേട്ടോ. റിഫ്രാക്ഷൻ ഓഫ് ലെൻസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. റിഫ്രാക്ഷൻ ത്രൂ ലെൻസ് നമ്മൾ ഇനി പഠിക്കാൻ പോകും. നമ്മൾ പ്രിസത്തിലൂടെയുള്ള നമ്മൾ ഗ്ലാസ് ലാബിലൂടെയുള്ള റിഫ്രാക്ഷൻ ആണ് ഇപ്പൊ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലെൻസിലൂടെ എങ്ങനെയാണ് ലൈറ്റ് റിഫ്രാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, റിഫ്രാക്ഷൻ ലൈറ്റിന് ലെൻസിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? കയ്യിലൊരു ലെൻസ് വേണം. ലെൻസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കേ. ഇതുവരെ ലെൻസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ലെൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മൊബൈലിന്റെ ക്യാമറയ്ക്കകത്തൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറയുടെ ലെൻസ്. അപ്പൊ ലെൻസ് കണ്ടിട്ടുണ്ടാത്ത ഇനി ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, എല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ലെൻസ് എല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി കിറ്റില് 2 ലെൻസ് ഇരിക്കുന്നുണ്ട്. ഒന്ന് കോൺകേവ്, 2 കോൺവെക്സ്. അത് രണ്ടും ഒന്ന് എടുത്തേ. ഇതുപോലെ അയ്യോ, ഇത് കാണുന്നില്ല. ഓക്കെ, സോറി.
ഇത് രണ്ടും എടുത്തോ. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും രണ്ട് എടുത്തിട്ട് എടുത്തോ, എല്ലാരും എടുത്തോ? ആദ്യം തന്നെ എന്ത് ചെയ്യണം അറിയാം, ആ കോൺവെക്സ് എന്ന് എഴുതിയ ആ ലെൻസ് പുറത്തേക്ക് എടുത്തേ. ആ കോൺവെക്സ് എന്ന് എഴുതിയ ആ ലെൻസ് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അത് കൈ പിടിച്ചോ. ഞാൻ പറയുമ്പോൾ മുഖത്തിന് നേരെ ഒന്ന് വെക്കണം കേട്ടോ. നിങ്ങൾ കറക്റ്റ് ലെൻസ് ആണോ എടുത്തതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ പറഞ്ഞോ മായിൻഷാ പറഞ്ഞോ. ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ആ ചെറിയ പ്രശ്നം എന്ന് കേക്കട്ടെ. ലെൻസ് ഇല്ല. ലെൻസ് ഇല്ലാത്ത എന്തേ? നീ ഇവിടെ പഠിക്കുന്ന കുട്ടിയല്ലേ? അല്ല, കവർ മാത്രം തന്നേക്കോ. അയ്യോ, അങ്ങനെ വരില്ലല്ലോ. ഓ, കവർ മാത്രമല്ല, അത് അടുത്ത ദിവസം തന്നെ വിളിച്ചോളണം കേട്ടോ. അടുത്ത ദിവസം തന്നെ വിളിച്ച് റെഡി ആക്കിക്കോളണം കേട്ടോ. അല്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? സാർ മായിൻഷാക്ക് കേട്ടോ, വേറെ ആർക്കും അല്ല കേട്ടോ. പറഞ്ഞോ. സാർ എന്റെ മിററിങ് ഇല്ല, അല്ല ഒരെണ്ണം പൊട്ടിപ്പോയി. അപ്പൊ അതിങ്ങി ആവശ്യം വരുമോ? മിററിന് ആവശ്യമില്ല. ഓക്കെ, ഇനി ഹയക്ക് ലെൻസ് ഇല്ല. ഓക്കെ, ഹയക്ക് ഇത് ഇവിടെ ലെൻസ് ഉണ്ട് കേട്ടോ, ഇവിടെ നോക്കാം. പിന്നെ വേറെ ബാക്കിയുള്ളവരൊക്കെയോ? കിട്ടും. കിട്ടും. ഓക്കെ, എന്നാലും ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ലെൻസ് ഒന്ന് നോക്കുക. അത് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും ഒന്ന് മുഖത്തിന് നേരെ ആ ലെൻസ് ഒന്ന് പിടിച്ചേ. ഹൈക്ക് ഇപ്പൊ നല്ലൊരു കോമഡി കാണാം കേട്ടോ. എല്ലാരും മുഖത്തിന് നേരെ ഒന്ന് ലെൻസ് പിടിച്ച്, എല്ലാരും പിടിച്ച മുഖത്തിന് നേരെ. ഞാൻ നോക്കട്ടെ, എല്ലാവരെയും കോൺവെക്സ് ലെൻസ് ആണ് എല്ലാവരും എടുത്തിരിക്കുന്നത് നോക്കട്ടെ. എല്ലാരും മുഖത്തിന് നേരെ പിടിച്ചേ. എല്ലാരും പിടിച്ചോ കേട്ടോ. അഭിനയ പിടിച്ചിട്ടില്ല. അതെ, അഹമ്മദ് അബ്ദുൽ കരീമിന്റെ ലെൻസ് എവിടെ? ലെൻസ് ഇല്ലെങ്കിൽ വാ തുറന്ന് പറ. സാറേ, ഞാൻ ഉമ്മച്ചിയുടെ വീട്ടിലെ, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആക്ടിവിറ്റി കിറ്റ് എടുത്തിട്ടില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും താല്പര്യമില്ല. അങ്ങനെയല്ലേ? അങ്ങനെ വാ തുറന്ന് പറ കേട്ടാ. നിങ്ങൾ ആക്ടിവിറ്റിക്ക് ചെയ്തില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ്. ഈ സാധനം കൈ പിടിച്ച് പഠിക്കുന്ന അത്രയും ഇത് കിട്ടുമോ നിങ്ങൾ വെറുതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാ? വീട്ടിലൊരു ബോക്സ് എടുത്താൽ പോരെ? ഇങ്ങനെ ഒരു കുഞ്ഞു പെട്ടിയിലുള്ളൂ നിങ്ങൾക്ക്. ഈ ഒരു ബോക്സും കൊണ്ട് പോയാൽ എന്താ കുഴപ്പം? എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും. ഇനി വേറെ ആരാ ലെൻസ് ഇല്ലാത്ത വേറെ ആരെല്ലാം ഉണ്ടോ? റബീസിനുണ്ടോ? റബീസ ഇല്ല. എല്ലാരും ഒന്ന് മുഖത്തിനേരെ പിടിച്ച്, ഞാൻ പിടിക്കാം. ഓക്കെ, എങ്ങനെയാ കാണുന്നേ? പറഞ്ഞോ. ഹൈ എങ്ങനെയാ കാണുന്നതെന്ന് പറഞ്ഞോ. ഹൈ എങ്ങനെയാ കാണുന്നേ? മാഗ്നിഫൈഡ് ആണ്. ഓക്കെ. ഇനി എല്ലാരും എടുത്തു വെച്ചോ. എടുത്തു വെക്കണ, കയ്യിൽ വെച്ചോ. നമ്മൾ ആദ്യം തന്നെ ഈ ലെൻസിന് എന്ത് പ്രത്യേകതയാണുള്ളത് നോക്കാൻ പോകും. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക? ഇതിന്റെ ഈ അറ്റത്ത് നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക, അതുപോലെ സെന്ററിൽ ഒന്ന് ടച്ച് ചെയ്യുക. എന്തെങ്കിലും പ്രത്യേകത കാണും കേട്ടോ. ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. പ്രത്യേകത കണ്ടോ? കണ്ണടച്ച് ടച്ച് ചെയ്തോ. നോക്കൂ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാതെ എഡ്ജ് ഇത് എവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, അറ്റത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക? സെന്ററിൽ ഒന്ന് ടച്ച് ചെയ്യുക. എന്തെങ്കിലും പ്രത്യേകത ആ ലെൻസിന് കാണുന്നുണ്ടോ നോക്കുക. ഞാൻ ഓരോരുത്തരോട് ചോദിക്കട്ടെ. റബീസെ പറഞ്ഞോ. റബീസ് എന്ത് പ്രത്യേകത കണ്ടേ? സാർ, ഇത് കോൺവെക്സ് ലെൻസാ. ടച്ച് ചെയ്ത് നോക്കിയിട്ട് എന്ത് പ്രത്യേകതയാന്ന് പറ. ഞാൻ കോൺവെക്സ് ലെൻസ് റബീസിനോട് എടുക്കാൻ പറഞ്ഞു. റബീസ് അതിന്റെ കവറിൽ നിന്ന് തുറന്നെടുത്തു. എന്നിട്ട് ഞാൻ റബീസിനോട് ചോദിക്കുകയാണ്, റബീസ് എന്ത് പ്രത്യേകതയാണ് ഈ ലെൻസിന്? അപ്പൊ റബീസ് എന്നോട് പറയാണ്, സാറേ ഇത് കോൺവെക്സ് ലെൻസ് ആണെന്ന്. അതാണോ പറയാ? നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടാ. ഇതിൽ ടച്ച് ചെയ്ത് നോക്ക്. ഇതാ ഇങ്ങനെ സെന്ററിലും അതുപോലെ എഡ്ജിലും ടച്ച് ചെയ്ത് നോക്കിയിട്ട് എന്ത് പ്രത്യേകതയാണ് കാണുന്നത്. ഓക്കെ, ഇതിങ്ങനെ ടച്ച് ചെയ്ത് നോക്ക്, തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. കമന്റ് ചെയ്യ. നിങ്ങളുടെ കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് കമന്റ് ചെയ്തോ. അച്ചു മിടുക്കൻ, ഫസ്റ്റ് കമന്റ്. എഡ്ജ് തിക്കർ ആണെന്നാണ് അച്ചു പറയുന്നത്. എഡ്ജ് തിക്കാണെന്ന്. ഓക്കെ, സെൻട്രോ തിന്നാണോ? അച്ചു ആ ലെൻസ് ഒന്ന് കാണിച്ചേ. അതാ അയാൻ പറയുന്നു സെന്റർ തിക്കാണെന്ന് പറയുന്നു. അച്ചുടെ മുഖത്തിന് നേരെ പിടിച്ചേ. മുഖത്തിന് നേരെ ആ ലെൻസ് ഒന്ന് പിടിച്ചേ. ഒന്ന് ഇറക്കിക്ക്. അല്ലല്ല, അത് ലെൻസ് മാറിപ്പോയിട്ടോ. അതല്ല, വേറൊരു ലെൻസാ. സെന്റർ തിക്കാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെന്റർ തിക്കാണ് അല്ലെ? ഈ സെന്റർ പോർഷന്റെ ആയിക്കൊക്കെ കാണാം. ഇവിടെ കണ്ടോ? സെന്റർ പോർഷൻ ഒരു തിക്നെസ് കൂടുതലാണ് അല്ലെ? ഇവിടെയോ? ഈ എഡ്ജിൽ വരുമ്പോഴോ? എഡ്ജ് എന്ന് പറഞ്ഞ പിള്ളേർ സെന്റർ ഓക്കെ, സെന്റർ തിക്നെസ് ഓക്കെ. എഡ്ജ് എങ്ങനെയാ നോക്കിയ പിള്ളേർ? എഡ്ജ് എങ്ങനെയാ?
തിന്നാണ് അല്ലെ, എഡ്ജ് എന്താണ്, കട്ടി കുറവാണ്, സെന്ററിൽ കട്ടി കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ലെൻസിന്റെ പേരാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പൊ ലെൻസിന് ഇപ്പൊ രണ്ട് പ്രത്യേകത നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഒന്ന്, ഇത് ട്രാൻസ്പെറന്റ് ആണെന്നല്ലേ, അല്ലെ ഇത് ട്രാൻസ്പെറന്റ് ആണോ, ഇത് ട്രാൻസ്പെറന്റ് ആണോ ഒപ്പേക്ക് ആണോ സുഹൈലെ, ഇത് ട്രാൻസ്പെറന്റ് ആണോ ഒപ്പേക്ക് ആണോ? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വേറൊരു സാധനം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണെന്ന് അറിയാൻ പറ്റുമോ? ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വേറൊരു സാധനം വെച്ച്. മറന്നുപോയാ? അങ്ങനെ മറന്നു പോകാൻ പാടില്ല, കാരണം ഈ ആഴ്ച കണ്ടാ ചെയ്ത് തീർത്തേന്ന് തോന്നുന്നു അല്ലെ ആക്ടിവിറ്റി. ഒരു പിന്നൊക്കെ വെച്ചിട്ട് മറന്നുപോയി എന്നൊക്കെ പറയാൻ പറ്റില്ല. പറഞ്ഞോ ഒരാൾ കൈവെക്കത്, എത്ര പേരെ കൈവെക്കുന്ന നോക്കി. സുഹൈലിന് പിന്നെ പ്രായമായി വരുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഏതാണ്? ഗ്ലാസ് ലാബ് അല്ലെ, ഗ്ലാസ് ലാബ്. എന്നാ പിന്നെ അതിനെ ലെൻസ് എന്ന് വിളിച്ചാൽ പോരായിരുന്നു അല്ലേ? ഈ വേറെ വേറെ പേരിട്ട് വെച്ച് നമ്മളെ ഇടങ്ങേറാക്കാണ് അല്ലെ. അതിനെ ലെൻസ് എന്ന് വിളിച്ചാൽ പോരായിരുന്നു പിള്ളേരെ? അതും ട്രാൻസ്പെറന്റ് ആണ്, ഇതും ട്രാൻസ്പെറന്റ് ആണ്, എന്നാ പിന്നെ അതിനെ ലെൻസ് എന്ന് വിളിക്കാറുന്നല്ലോ. എന്തായിരിക്കും ലെൻസ് എന്ന് വിളിക്കാത്ത? ഗ്ലാസ് ലാബിൽ നിന്ന് എന്ത് പ്രത്യേകത ഇതിനുള്ള? ഇതിന്റെ എഡ്ജ് തിക്കാ ഗ്ലാസ് ലാബിന്റെ, ഇതിന്റെ എഡ്ജ് തിൻ. ഗ്ലാസ് ലാബിന്റെ എഡ്ജ് തിക്കാണല്ലോ. ഇമേജ് മാഗ്നിഫൈഡ്. അതെങ്ങനെയാ വരുന്നത്? രണ്ടും ഒരേപോലെ ആണല്ലേ, ട്രാൻസ്പെറന്റ് അല്ലേ, ഇമേജ് എങ്ങനെ മാഗ്നിഫൈഡ് ആയ? അപ്പൊ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? റിഫ്ലക്റ്റിംഗ് സർഫേസ് പുറത്തേക്ക് തള്ളിക്കണ കാരണം. റിഫ്ലക്റ്റിംഗ് സർഫേസ് പുറത്തേക്കോ അകത്തേക്കോ അല്ലെ? ഇതിലിപ്പോ പുറത്തേക്കെന്ന് പറയാം. ഇതിലിപ്പോ നമുക്ക് റിഫ്ലക്റ്റിംഗോ, ഇവിടെ റിഫ്രാക്ഷൻ ആണ്, റിഫ്രാക്ഷൻ കേട്ടാ. ഇതിന്റെ സർഫസ് ഒന്ന് കേർവ്ഡ് എന്ന് പറഞ്ഞോട്ടെ, സർഫസ് കേർവ്ഡ് എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ലെൻസ് എന്താണ് നമുക്ക് ആദ്യം ഒന്ന് എഴുതി വെച്ചാലോ? ലെൻസ് എന്താണെന്ന് ആദ്യം എഴുതിക്കോ. ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം. ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം with dash. Okay, lens is a transparent medium with dash. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആവുക. രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ട് സർഫസും കേർവ്ഡ് ആവുക. അതായത് അപ്പുറം ഇപ്പുറം കേർവ്ഡ് ആവുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഓരോ ഓപ്ഷൻ ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി എന്നുള്ളവരെ കൈവയ്ക്കേ. ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. ലെൻസ് എന്ന പേരിൽ വിളിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. ആരെങ്കിലും ഞാൻ മാത്രമല്ലോ, ഞാൻ മാത്രമാണ് കൈവെക്കുന്നുള്ളൂ. ഓക്കെ, ഞാനും അച്ചും, വേറെ ആരും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ലെൻസ് എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? രണ്ട് സർഫസും കേർവ്ഡ് ആവേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ ഒരു ലെൻസ് ഉണ്ട്, ഇതിന്റെ പേര് പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്നാണ്. അതാ ഇങ്ങനെ അതിരിക്കുക, ഒരു സൈഡ് പ്ലെയിൻ ആണ്, മറ്റേ സൈഡ് കോൺവെക്സ് ആണ്. ഇനി പ്ലാനോ കോൺകേവ് എന്നൊരു ലെൻസ് ഉണ്ട്, ഇങ്ങനത്തെ. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ലെൻസുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ കോൺകേവോ കോൺവെക്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസുകളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ലെൻസ് എന്ന് പറയുന്നത് കോൺകേവും കോൺവെക്സും മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ട് സർഫസും, മറ്റേ നമ്മളിപ്പോ എടുക്കും, രണ്ട് സർഫസും കേർവ്ഡ് ആയിട്ടുള്ള കോൺകേവ് കോൺവെക്സ് ലെൻസുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്നുള്ളൂ. ലെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ട് സർഫസിൽ ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. അപ്പൊ ഇവിടെ എഴുതുക, വിത്ത് അറ്റ്ലീസ്റ്റ് വൺ സർഫസ് കേർവ്ഡ്. വിത്ത് അറ്റ്ലീസ്റ്റ് വൺ സർഫസ് കേർവ്ഡ്. ഏതെങ്കിലും ഒരു സർഫസ് എന്താവുക? കേർവ്ഡ് ആവുക. അറ്റ്ലീസ്റ്റ് വൺ സർഫസ് കേർവ്ഡ്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളതും നമ്മൾ ഈ എടുത്തിരിക്കുന്ന രണ്ട് ലെൻസിനാണ്. അറ്റ്ലീസ്റ്റ് വൺ സർഫസ് കേർവ്ഡ്. ഓക്കെ, പറഞ്ഞോ. സാർ, ഇതിന്റെ രണ്ട് സർഫസും കേർവ്ഡ് അല്ലേ? അതെ, പക്ഷെ അതാ പറയുന്നത്. അപ്പൊ അമ്മ ചോദിച്ചു, സാറേ ഇതിന്റെ രണ്ട് സർഫസും കേർവ്ഡ് അല്ലേ, അപ്പൊ ഇതിനെ നമുക്കൊരു സ്പെഷ്യൽ നെയിം വിളിക്കാം. ലെൻസ് ആവാൻ ഏതെങ്കിലും ഒരു സർഫസ് കേർവ്ഡ് ആയാൽ മതി. ഈ രണ്ട് സർഫസും കേർവ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ലെൻസിന് നമ്മൾ ഒരു സ്പെഷ്യൽ നെയിമിൽ വിളിക്കും, സ്പെരിക്കൽ ലെൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ താഴെ ഒരു ഹെഡിങ് കൊടുക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നതും ലെൻസ് അല്ല, സ്പെരിക്കൽ ലെൻസ്. ലെൻസ് തന്നെയാണ്, അതിന്റെ ഒരു സബ് ഡിവിഷൻ ആണ് സ്പെരിക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഹെഡിങ് കൊടുക്കുക സ്പെരിക്കൽ ലെൻസ്. സ്പെരിക്കൽ ലെൻസിന് എന്താണ്? രണ്ട് സർഫസും കേർവ്ഡ് ആവണം, എന്നാലാണ് നമ്മൾ അങ്ങനെയുള്ള ലെൻസിനെ സ്പെരിക്കൽ ലെൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ അവിടെ എഴുതി വെക്കാം എ ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് ടു സ്പെരിക്കൽ സർഫസ്. എ ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് ടു സ്പെരിക്കൽ സർഫസ്. രണ്ട് സ്പെരിക്കൽ സർഫസ് ഉള്ള ട്രാൻസ്പെറന്റ് മീഡിയം എന്നോ മെറ്റീരിയൽ എന്നോ എഴുതാം. മെറ്റീരിയലിനെയാണ് നമ്മൾ ലെൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ഹാവിംഗ് ടു സ്പെരിക്കൽ സർഫസ്. ഓക്കെ, കഴിഞ്ഞോ? ഇനി ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്നാലും ഇപ്പൊ എടുത്ത സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ലെൻസ് ഒക്കെ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞോ. സ്പെക്സിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പിന്നെ പറഞ്ഞോ കൈബുക്കി. മൈക്രോസ്കോപ്പ്, പിന്നെ ക്യാമറ, ടോർച്ച്, ടെലിസ്കോപ്പ്, പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റ്, പിന്നെ ബൈനോക്കുലർ, പിന്നെ മറ്റേ ഹാൻഡ് ഗ്ലാസ് ഏതാ? കയ്യിൽ വെക്കണ, കൈ പിടിച്ചിങ്ങനെ ഈ ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസിന്റെ ഒക്കെ കയ്യിലിരിക്കുന്നതാണോ? ഓക്കെ, അത് മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് അതിനൊരു പേരുണ്ട്. സെയിം എക്സാക്ട് സാധനമാണ് മാഗ്നിഫൈങ് ഗ്ലാസ്. ഷെർലക് ഹോംസിന്റെ കയ്യിൽ മാത്രമല്ല അതിരിക്കുക, നമ്മുടെ എന്താണ് വഴിയോരത്ത് നിൽക്കുന്ന ആ ജ്യോതിഷം പറയാനൊക്കെ ആയിട്ട് കൈനോട്ടക്കാരന്റെ കയ്യിലും ആ ലെൻസ് ഇരിക്കുന്നുണ്ടാവും. അവിടെയും അല്ല, വാച്ച് കടക്കാരന്റെ കയ്യിലും ഈ ലെൻസ് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിളിച്ചു പറയാം, ചേട്ടാ ദ ലെൻസ് യു ആർ ഹോൾഡിംഗ് ഈസ് കോൺവെക്സ് ലെൻസ് and the edges of the convex lens is thin and center will be thick. അങ്ങനെ പറയണം കേട്ടാ, സുഖമില്ലാന്ന് പറയൂലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അത് മാത്രല്ല ഇനി വേറെ ഉണ്ട്. വേറെ എവിടെയാണെന്നറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക? ലെൻസ് ആയിട്ട് തന്നെ. ലെൻസ് ആയിട്ടാണല്ലോ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അല്ല, കണ്ണിൽ ഇങ്ങനെ ലെൻസ് വെക്കില്ലേ? അത് തന്നെ നമ്മൾ അഡീഷണൽ വെക്കുന്നത്. അത് നമ്മുടെ കണ്ണിനകത്ത് ലെൻസ് ഉണ്ട്, അതറിയാവോ? നിങ്ങളുടെ എല്ലാവരും കണ്ണിനകത്ത് ലെൻസ് ഉണ്ട്. ആ ലെൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ ആയിട്ട് ലെൻസ് വെക്കുന്നത്. ഓക്കെ, പിന്നെ ഒരെണ്ണമുണ്ട് പീപ്പ് ഹോൾ. കേട്ടിട്ടുണ്ട് ആരെങ്കിലും പീപ്പ് ഹോൾ? ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞ എല്ലാവർക്കും കത്തും അത്. പീപ്പ് ഹോളിന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് കേൾക്കാത്തവർക്ക് ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. സിനിമയിലൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ മാത്രം ഉണ്ടാവുള്ളൂ വീട്ടില് കേട്ടോ. അപ്പോഴെന്ത് ചെയ്യും? കുറെ ഗുണ്ടകൾ അങ്ങോട്ട് കയറി ചെല്ലുമായിരിക്കും. ഗുണ്ടകൾ പുറത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് എന്നിട്ട് എന്ത് ചെയ്യും? ആ ഡോറിന്റെ ആ നടുക്ക് ഒരു ചെറിയൊരു ലെൻസ്, ഒരു ഗ്ലാസ് പോലെ അയാൾ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ആളെ വിളിക്കും അല്ലെ? അങ്ങനെ കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ? നമ്മൾ ഉള്ളിക്കോടെ ഇങ്ങനെ പുറത്തുള്ള ആൾക്ക്, അപ്പൊ ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും തോക്കൊക്കെ പിടിച്ചോണ്ട്. ഓക്കെ, ആ ലെൻസും ഈ പറയുന്ന ഇത് ആ ലെൻസ് അല്ല, കാരണം ഇതില് മാഗ്നിഫൈഡാ. ഇതിൽ കണ്ടാ പേടിച്ചു പോകും അല്ലെ? അതിൽ ചെറുതായിട്ടാ കാണുക. ഓക്കെ, ആ ലെൻസ് നമ്മൾ എടുക്കാൻ പോവാണ് ഇപ്പൊ തന്നെ. ഓക്കെ, ഇതൊക്കെയാണ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരാം. ലാസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ എനിക്കിപ്പോ ഇവിടുന്ന് വേണ്ടത്, നിങ്ങൾ ഇതിന്റെ പ്രത്യേകത അറിയാം. ഇതിന്റെ എഡ്ജസ് എന്തായിരിക്കും? തിന്നായിരിക്കും. ഓക്കെ, എഡ്ജസ് തിന്നായിരിക്കും, സെന്റർ പോർഷൻ തിക്കായിരിക്കും, മാഗ്നിഫൈങ് ഗ്ലാസ് ആയിരിക്കും. ഓക്കെ, മാഗ്നിഫൈഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഒരു ലെൻസ് നിങ്ങൾ പരിചയം ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല, നാച്ചുറൽ ആണ്. അതായത് നമ്മൾ ഈ പഠിക്കാത്ത സമയത്തൊക്കെ പേരൻസ് ഒക്കെ വന്ന് 2 അടിയൊക്കെ തന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ആ ബുക്കിലേക്ക് അങ്ങ് ചാടും. ആ ലെറ്റേഴ്സിൽ അങ്ങ് വീണ് കഴിയുമ്പോൾ നൊസ്റ്റാൾജിയാണ്. ആ ലെറ്റേഴ്സ് അങ്ങ് വീണ് കഴിയുമ്പോൾ ആ ലെറ്റേഴ്സ് ഒക്കെ വലുതായിട്ട് കാണും. അവിടെയും ഈ പറഞ്ഞ പോലെ അതൊരു ലെൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്. അതുപോലെ നമ്മൾ ഈ ലെമൺ ഒക്കെ എടുത്തിട്ട് ഗ്ലാസ്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ബിഗ്ഗർ ആയിട്ട് കാണുന്നതും അത് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ലെൻസിന്. നെക്സ്റ്റ് നിങ്ങൾ വേറൊരു കവർ, നിങ്ങൾക്ക് ഇതുപോലെ വേറൊരു കവർ ഉണ്ട്. കോൺകേവ് ലെൻസ് എന്ന് എഴുതിയൊരു കവർ ഉണ്ട്, അതെടുത്തോ. കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസ് എടുത്തോ? എല്ലാരും എടുത്തോ? ഓക്കെ. കോൺകേവ് ലെൻസിൽ ഒന്ന് നോക്കിയേക്ക്. എന്തായാലും എടുത്താലോ, ഒന്ന് നോക്കിയേക്ക്. രണ്ടും കോൺവെക്സ്. നിന്നെ പറ്റിച്ചു കേട്ടാ, ഒരു പണി ചെയ്താ അത് വിളിച്ച് പറഞ്ഞ് റെഡി ആക്കിക്കോട്ടാ. കുഴപ്പമില്ല, അത് ഈ പാക്കിങ്ങിൽ എന്ത് പ്രശ്നമായി? കുഴപ്പമില്ല ഇറ്റ് ഹാപ്പൻസ് കേട്ടാ. ഒന്ന് വിളിച്ച് റെഡി ആക്കിക്കോട്ടാ. ഇല്ല സാർ, ഞാൻ കോൺവെക്സിന്റെ കൂടെ തന്നെ എടുത്ത, അതുകൊണ്ടാ ഞാൻ മറ്റേത് നോക്കട്ടെ. അത് നിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഇവിടെ ഹയ നോക്കിക്കോ. ഹയക്ക് എങ്ങനെയാ കാണുന്നത്? എന്താ വ്യത്യാസം? ഡിമിനിഷ്ഡ് ആയിട്ടാണ് കാണുന്നത് അല്ലെ? നേരത്തെ കണ്ടതുപോലെയല്ല,
ഡിമിനിഷ്ഡ് ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ എല്ലാവരും നോക്കി, എല്ലാവരും ഒന്ന് വച്ചേ, നിങ്ങൾ എല്ലാവരും ഒരേ സാധനമാണ് എടുത്തേക്കണം നോക്കട്ടെ. എല്ലാരും നേരെ വെച്ച മുഖത്ത് നേരെ. ആ ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, ഓക്കെ ഫൈൻ. ആ ഓക്കെ ഓക്കെ. മുഹമ്മദ് ഫാസിൽ വെട്ടോ ഇല്ലല്ലോ അവിടെ, ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. മുഹമ്മദ് അമദി താത്തി, മുഹമ്മദ് റൈഹാൻ വി എസിന് ആരാ കിട്ടി തൂക്കിട്ടേക്കുന്ന? മുഹമ്മദ് തൂങ്ങിക്കിടക്കുവാണ്, വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ. നിങ്ങൾ നേരെ വെക്കുക, പ്രോട്രൈറ്റ് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുക. ആ ഓക്കെ ഫൈൻ. അപ്പൊ ഇതൊക്കെയാണ്. ഇനി കോൺകേവിന്റെ പറഞ്ഞല്ലോ. കോൺകേവിൽ അതുപോലെ ടച്ച് ചെയ്ത് പിള്ളേരെ, കോൺകേവിൽ അതുപോലെ ടച്ച് ചെയ്ത് ആദ്യം എന്ത് ചെയ്യുക, എഡ്ജിൽ ടച്ച് ചെയ്യുക, എന്നിട്ട് സെന്ററിലേക്ക് നോക്കുക കേട്ടോ. എഡ്ജിൽ ടച്ച് ചെയ്യുക, സെന്ററിലേക്ക് നോക്കുക, എന്ത് വ്യത്യാസമാണ് കാണുന്നത് നോക്കുക. എഡ്ജിൽ ടച്ച് ചെയ്തിട്ട് പയ്യെ പയ്യെ കൈവരിൽ എന്ത് ചെയ്യുക, ഇതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? അതെ, ഇവിടെ പിടിച്ചിട്ടുള്ള അതേ തിക്നെസ് തന്നെയാണ് നിങ്ങൾക്ക് സെന്ററിലും കാണുന്നത് അല്ലേ ഷാരൂഖ്? സെയിം തിക്നെസ് അല്ല. ശ്രേയക്ക് വേറെന്താ പറയാനുണ്ട്? ശ്രേയ പറയുന്നത് എഡ്ജ് തിക്കാണ്, സെന്റർ തിന്നാണ്. പിന്നെ ചുമ്മാ പറയാ ഇല്ല. അഹമ്മദ് ഖലീമും പറയുവാണ് എഡ്ജ് തിക്കാണ്, സെന്റർ തിന്നാണ് അല്ലെ. സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. ഓക്കെ, പിന്നെ വേറെ ഇത്രയുള്ളോ? 3 പേർക്കാണുള്ളൂ അല്ലെ, വേറെ ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ വല്ല തിന്നണ മിഠായി ആയിട്ടാണോ തോന്നിയേ? എഡ്ജ് തിക്ക്, എഡ്ജ് തിക്ക്, എഡ്ജ് തിക്ക്. ഓക്കെ, പിന്നെ ഓക്കെ ഓക്കെ, എഡ്ജ് തിക്കാണ്, തിൻ സെന്റർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പഠിച്ചല്ലോ. ഇനി ഇത് മാറിപ്പോകാൻ പാടില്ല കേട്ടോ, കാരണം നമ്മൾ ഇത് കണ്ടുപഠിച്ചവരാണ്, നമുക്കിനി മാറിപ്പോകാൻ പാടില്ല. അപ്പോ കോൺകേവ് ലെൻസില് എഡ്ജ് തിക്കായിരിക്കും, ഇതിന്റെ സെന്റർ പോർഷൻ എന്തായിരിക്കും, തിന്നായിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്ന ഡിമിനിഷ്ഡ് ആണ്. കണ്ടോ, നമ്മൾ മറ്റേതിലെ കേസ് പോലെ അല്ല, മിററിലെ കേസ് പോലെ അല്ല, ഇതിനകത്ത് തിരിഞ്ഞാണ് അല്ലെ. മിററിൽ ഏതായിരുന്നു ഡിമിനിഷ്ഡ് ഫോം ചെയ്യുന്നത്? കോൺവെക്സ് മിറർ ആയിരുന്നു. പക്ഷെ ഇതില് കോൺകേവ് ലെൻസ് ആണ് ഡിമിനിഷ്ഡ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതേസമയം മിററില് കോൺകേവ് ആണ് എൻലാർജ്ഡ് ഫോം ചെയ്തത്. ഇവിടെ നമ്മുടെ മാഗ്നിഫൈങ് ഗ്ലാസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് എൻലാർജ്ഡ് ഫോം ചെയ്തത്. ഓക്കെ ഓക്കെ, സെൻട്രൽ പോർഷൻ തിന്നാണ് അല്ലേ ഷെൻ? ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്തോ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ സ്പെരിക്കൽ ലെൻസിന് വേറെയും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അല്ല, ലെൻസിന് വേറെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമുക്ക് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ എന്നാണ്, അതുകൊണ്ട് മാത്രം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ സാറ് ചോദിക്കും, ഇല്ല ലെൻസിന് ഞങ്ങൾക്ക് ആകെ 2 ലെൻസ് ഉള്ളൂ എന്നാ ഞങ്ങളുടെ സാറ് പഠിപ്പിച്ചേക്കണേന്ന് പറയുമ്പോൾ അവർ പറയില്ലേ, ഏത് കിഴങ്ങനെ നിങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ചേ, ലെൻസ് 2 ഒന്നും അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ പറയാണ്ടിരിക്കാൻ വേണ്ടി, എനിക്ക് ആ ഒരു വിളി ഒഴിവാക്കാൻ വേണ്ടി മാത്രം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ലെൻസ് ഇതൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ടെന്ന്. ഓക്കെ, അപ്പൊ സ്പെരിക്കൽ ലെൻസില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എഴുതിക്കോ, അല്ല 2 ആയിട്ട് എഴുതിക്കോ. ഒരു സൈഡിൽ കോൺകേവും മറ്റേ സൈഡിൽ കോൺവെക്സും. ഒരു സൈഡില് ഫസ്റ്റ് കോൺവെക്സ് എഴുതിക്കോ, ഫസ്റ്റ് കോൺവെക്സ് ലെൻസ് എഴുതിക്കോ. സെക്കൻഡ് കോൺകേവ് ലെൻസ് എഴുതിക്കോ, കോൺവെക്സ് കോൺകേവ്. ബോർഡില്ല. ബോർഡില്ല. ഓക്കെ, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇനി കോൺവെക്സ് ലെൻസ്, ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 2 സ്പിയറിന്റെ പാർട്ടാണ്. നമ്മൾ കോൺകേവ് മിറർ എത്ര സ്പിയറിന്റെ പാർട്ടാണെന്നാണ് പഠിച്ചത് ഐഷ നസ്ലിൻ? നമ്മൾ കോൺകേവ് മിറർ എത്ര സ്പിയറിന്റെ പാർട്ടാണെന്നാ പഠിച്ചേ? കോൺകേവ് കോൺവെക്സ് മിറർ ഒക്കെ എത്ര സ്പിയറിന്റെ ഭാഗമാണെന്നാ പഠിച്ചത്? 1 സ്പിയറാ, 2 സ്പിയറാ, അതോ 3 സ്പിയറാ? 2 സ്പിയർ. അതായത് നമ്മളൊരു കോൺകേവ് മിറർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ട്, പിന്നെ എങ്ങനെയാ, ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ടോ? ഇല്ല, അത് 1 സ്പിയറിന്റെ പാർട്ടാണെന്നാണ് പഠിച്ചത്. എന്നാൽ ലെൻസിന്റെ കേസിൽ ഡിഫറെന്റ് ആണ്. ലെൻസ് 2 സ്പിയറിന്റെ ഭാഗമാണ് കേട്ടോ. സ്പിയറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പിയർ ഉണ്ടെന്നല്ല, ആ സ്പിയർ ഇമാജിനറി ആണ്. ഓക്കെ, അത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പിയർ, 2 സ്പിയർ വന്ന ആ 2 സ്പിയറും കൂടി ചേരുന്ന ഒരു ഭാഗമായിരിക്കും ഈ പറയുന്ന കോൺവെക്സും കോൺകേവും. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പൊ എനിക്കൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കണമെങ്കിൽ ഇതാ 2 സ്പിയർ, സ്പിയർ 1, സ്പിയർ 2. ഓക്കെ, ഈ 2 സ്പിയർ വരയ്ക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പോർഷൻ അങ്ങ് മാച്ച് കളയും. ഓക്കെ, ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്.
കോൺവെക്സ് ലെൻസ്. ഇതിന്റെ പ്രത്യേകതയാണ്, നിങ്ങൾ എല്ലാവരും തൊട്ടറിഞ്ഞതാണ്, ഇതിന്റെ എഡ്ജ് എന്ന് പറയുന്ന തിന്നായിരിക്കും. എഡ്ജ് പോർഷൻ തിന്നായിരിക്കും, എന്നാൽ സെന്ററിലേക്ക് വരുമ്പോ സെന്റർ തിക്കായിരിക്കും. ഓക്കെ, എഡ്ജ് തിന്നായിരിക്കും, സെന്റർ പോർഷൻ തിക്കായിരിക്കും. ഇനി കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ വരുവാണെങ്കിൽ അതും 2 സ്പിയറിന്റെ ഭാഗമാണ്. കണ്ടോ? ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും ഒന്ന് യോജിപ്പിച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ളത് മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺവെക്സ് ലെൻസ് കിട്ടും. നിങ്ങളിപ്പോ തൽക്കാലം ഇങ്ങനെ വരച്ചാൽ മതി. സർക്കിൾ വെച്ച് നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം താഴെ കേട്ടാ. താഴെ അതുപോലെ ഒന്ന് വരച്ച് കാണിക്കാം. തൽക്കാലം റഫായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ മതി. ഇതാ. ഓക്കെ, ഇതിന്റെ എഡ്ജ് പോർഷൻ എന്തായിരിക്കും? തിക്കാണ്. എഡ്ജ് പോർഷൻ തിക്കാണ്, എന്നാൽ സെന്റർ പോർഷൻ തിന്നായിരിക്കും. ഓക്കെ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്. സാർ പറഞ്ഞോ. സാർ, ഒരു സൈഡ് കോൺകേവും മറ്റേ സൈഡ് കോൺവെക്സ് ആയിട്ട് ലെൻസ് ഉണ്ടോ? ഒരു സൈഡ് കോൺകേവിന്റെ പോലെ കോൺവെക്സോ കോൺകേവ് ലെൻസ് ഉണ്ട്. കഴിഞ്ഞോ? സർക്കിൾ ആയിട്ടൊന്നും ഇപ്പൊ വരയ്ക്കണ്ട. അതിന്റെ താഴെ നമ്മൾ അതുപോലെ ഒന്നുകൂടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് കാണിക്കുന്നത്. എന്നാലും നമുക്ക് സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിന്റെ ആ തിക്നെസ്സും തിക്കും കാണിക്കാൻ വേണ്ടിട്ട്, തിക്നെസ്സും തിന്നറായിട്ടുള്ളതും തിക്കായിട്ടുള്ളതും കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വരച്ചാൽ മതി. ഇതിന്റെ താഴെ നമുക്ക് സർക്കിളൊക്കെ വരച്ച് വരയ്ക്കാം. സർക്കിളിന്റെ ഭാഗമാണെന്നൊക്കെ, സ്പിയറിന്റെ പാർട്ടാണെന്നൊക്കെ കാണിക്കാം. കഴിഞ്ഞല്ലോ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ. സ്പിയർ 1, സ്പിയർ 2, ഈ 2 സ്പിയറിന്റെ പാർട്ട് ആയിരിക്കും ഒരു കോൺവെക്സ് ലെൻസ്. അപ്പൊ ഇത് നമ്മൾ ഇമാജിനറി ആയതുകൊണ്ട് ഇത് ഡോട്ടഡിൽ കാണിക്കാം. ഓക്കെ, ഇത് കോൺവെക്സ്. ഇനി കോൺകേവിൽ വരുമ്പോ ഇപ്പൊ കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമുണ്ട്. കാരണം എന്താണെന്നറിയോ? സാർ, ഈ സ്പിയർ ഇങ്ങനെ അപ്പുറം ഇപ്പുറം വെച്ചിട്ടാണോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? അല്ലെ, സ്പിയർ ഇങ്ങനെ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് അല്ലെ, അങ്ങനെ ഉണ്ടാക്കുന്ന 2 സ്പിയർ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് അല്ലെ, അങ്ങനെയൊക്കെ സംശയങ്ങൾ വരും. കാരണം നമ്മളൊരു കാര്യം പഠിപ്പിച്ചെടുക്കുമ്പോൾ പല രീതിക്കാണ് അത് കുട്ടികളിലേക്ക് എത്തുക. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് കിട്ടിയ എനിക്കൊരു എക്സാമ്പിൾ, മറ്റേ ആ ചൂണ്ടയിടുന്ന ആരാണ്ട് പറഞ്ഞല്ലോ അല്ലെ, ഞാൻ റിഫ്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവൻ മീൻ എളുപ്പത്തിൽ കിട്ടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഞാൻ ആ റിഫ്രാക്ഷൻ എന്ന ടോപ്പിക് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് എറിയണ കാര്യം പറയുമ്പോൾ ആ ചൂണ്ടിട്ട മീനാണ് അവന്റെ ശ്രദ്ധ മൊത്തം മീനിലാണ്. ആരാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒരുപാട് ആസ്വദിച്ചു കേട്ടോ. ഓക്കെ, അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന വേറെ സംശയം, ഇത് 2 സ്പിയർ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ സാർ അത് ലെൻസ് ആക്കുന്നതെന്ന്. ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഗ്ലാസ് ലാബ് ഇതുപോലെ മുറിച്ചെടുത്തോ, ഇതുപോലെ മുറിച്ചെടുത്തോ, അത് ലെൻസാ. ഈ സ്പിയർ എന്ന് പറയുന്നത് ഇമാജിനറി ആണ്, അല്ലാണ്ട് 2 സ്പിയർ ഇങ്ങനെ വെച്ചിട്ട് ലെൻസ് ഉണ്ടാക്കിയെന്നല്ല. ഈ സ്പിയർ ഇതിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇമാജിനറി ആണ് കേട്ടോ, അത് ഉള്ളതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ലാബ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ വെട്ടിയെടുത്തത്, ഇതിൽ തന്നിരിക്കുന്ന പോലെ വെട്ടിയെടുത്ത്, അത് ലെൻസ് ആണ് കോൺകേവ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതില് ഈ ഒരു പോർഷനും അല്ലെ, ഈ ഒരു പോർഷൻ, ബാക്കി ഇമാജിനറി ആയിട്ടുള്ള പാർട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ കാണിക്കുക. ഇത് ശരിക്കും ഉള്ള, അല്ലെ അങ്ങനെ സംശയങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ. എന്റെ അടുത്ത ചോദ്യം കേട്ടാ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞെങ്കിൽ ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് തരാം. എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഇതിനുണ്ടാവും? ഓക്കെ, കഴിഞ്ഞോ? മുഹമ്മദ് റബീസിനോട് ചോദിക്കാം. മുഹമ്മദ് റബീസ് അപ്പത്തേക്ക് ആൻസർ പറയും. ഇതിന് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും മുഹമ്മദ് റബീസെ? ഇതിന് എത്ര സെന്റർ ഓഫ്, 2 സ്പിയർ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്?
നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് Or ഞാൻ നിങ്ങളോട് രണ്ടെണ്ണം. എന്ത് ചെറിയ ക്വസ്റ്റിനാ ചോദിക്കുന്നത്, എത്ര സിമ്പിൾ ആയിട്ടുള്ള അതല്ലേ ടഫ് ആയിട്ടുള്ളതൊക്കെ ഞാനല്ലേ പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ചോദിക്കുള്ളൂ. അത് തന്നെ 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് കണ്ട, സി സി. അപ്പൊ റബീസ് ഞാൻ ഒരെണ്ണത്തിന് C1 എന്നും മറ്റേ C2 എന്ന് വിളിച്ചോട്ടെ. ആ ഓക്കെ, നിങ്ങളുടെ ടെൻഷൻ അടിച്ച് ഈ പുള്ളി എന്തൊക്കെയാ ചോദിക്കുന്നത് അല്ലെ. എളുപ്പമുള്ള ക്വസ്റ്റിനാ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗൗരി, ഇതിന് എത്ര റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും ഗൗരി? എത്ര റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും? റേഡിയസ് ഓഫ് കർവേച്ചർ ഒന്നുമില്ലേ? ഒന്നുമല്ല. സെന്റർ റേഡിയസ് ഒന്നാവണം. എങ്ങനെയാ? സെന്റർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ, റേഡിയസ് എന്ന് പറഞ്ഞ ഒരു ലെങ്ത് അല്ല. രണ്ടും ഒന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. എത്ര റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. എത്ര ഉണ്ടാവും? 2 സംശയം എന്താ? 2. ഓക്കെ, ഇനി ഇതിന്റെ ഈ സെന്റർ ഉണ്ടല്ലോ, ഈ മിഡ് പോയിന്റിന് നമ്മൾ വിളിക്കുന്നതാണ് ഒപ്റ്റിക് സെന്റർ. നമ്മൾ മിററിൽ പോള് പഠിച്ച പോലെ ലെൻസിലെ ഈ സെന്ററിനെയാണ് നമ്മൾ ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. അപ്പൊ ഒപ്റ്റിക് സെന്റർ ഓഫ് കർവേച്ചർ അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ കോൺവെക്സിൽ. ഓക്കെ, കോൺവെക്സിൽ എത്ര ഉണ്ടാവും മുഹമ്മദ് റെയ്ഹാനെ? കോൺകേവിൽ എന്നല്ല, കോൺവെക്സിൽ 2 ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി കോൺകേവിൽ എത്ര ഉണ്ടാവും? പറഞ്ഞോ മുഹമ്മദ് റെയ്ഹാൻ, പറഞ്ഞോ. മുഹമ്മദ് റെയ്ഹാൻ VS കോമ്പസുമായിട്ടിരിക്കുന്ന മുഹമ്മദ് റെയ്ഹാൻ പറഞ്ഞോളൂ. എത്ര ഉണ്ടാവും? പറയാലോ. കോൺകേവ് ലെൻസിന് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്? 2 അല്ലെ. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും കാണും, ഒരെണ്ണം റൈറ്റ് സൈഡിൽ. ഇതിനെ C1 എന്നും ഇതിനെ C2 എന്നും വിളിക്കുക കേട്ടോ. C1 C2 അതുപോലെ സെന്ററിൽ ഒരു ഒപ്റ്റിക് സെന്റർ ഉണ്ട്. ഓക്കെ, എത്ര റേഡിയസ് ഓഫ് കർവേച്ചർ കാണും ഷുഹൈബേ കോൺകേവ് ലെൻസിന്? 2. ഇത് 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ആണോ ഷുഹൈബേ? ഈക്വൽ ആയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അങ്ങനത്തെ ലെൻസ് ഉണ്ട്. അല്ല, ഞാൻ പറയുന്ന കുഴപ്പമില്ലാന്ന് കേട്ടോ. അങ്ങനത്തെ ലെൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനില്ല എന്നുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള സ്പെഷ്യൽ കേസാണ് ഈ 2 ലെൻസ്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഇല്ലാന്നല്ല, ലെൻസുകൾ ഉണ്ട്. കാരണം അത് ഇങ്ങനെ വരും സെയിം അല്ലെങ്കിൽ ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കില്ല ഈ രണ്ടാമത് വരയ്ക്കുന്നതിന്റെ. ഇതേ ഇങ്ങനെ വരും. പക്ഷെ ഇതിനൊന്നും എന്തില്ല, നമുക്ക് ആപ്ലിക്കേഷൻസ് കാര്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ആരാണ്? അമ്നാമീൻ പറഞ്ഞോ. ഒരു കുഴപ്പമില്ല, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നല്ലേ. പക്ഷെ നമ്മൾ എല്ലാവരും ഒരുപോലെ ചെയ്യുവാണെങ്കിൽ അതല്ല നല്ലത്. ലെഫ്റ്റ് സൈഡിൽ C1 റൈറ്റ് സൈഡിൽ C2. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ C1 റൈറ്റ് സൈഡിൽ C2 ഇട്ടോളാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ആ ഒരു ഇതിലാണല്ലോ ഇട്ടു പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരാൾ തിരിച്ചിടുമ്പോ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം. അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ഇട്ടത്. നമ്മൾ ടെക്സ്റ്റിൽ എഴുതിയേക്കണ പോലെ തന്നെ ഇട്ടോളാൻ പറഞ്ഞത്. അല്ലാണ്ട് റൈറ്റ് സൈഡിൽ ഇട്ടു എന്നൊരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് അല്ലേ. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, ശ്രേയ, ഇനി എന്താ കണ്ടുപിടിക്കാനുള്ള നമുക്ക്? ഫോക്കസ് ഏതാ ഈ ലെൻസിന്റെ? ഫോക്കസ് ഈ ലെൻസിന്റെ ഇല്ല. ഫോക്കസ് ലെൻസ് ഉണ്ടാക്കുന്നതാണ്. ഇനി ഫോക്കസിന് ലെൻസിന് ഫോക്കസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതല്ലേ. എങ്ങനെയാ? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വന്ന് ഇതിലെ ചെന്ന് റിഫ്രാക്ട് ചെയ്തിട്ട് ആ പോയിന്റിനെ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണിക്കണ്ടല്ലോ, ഇതിനകത്ത് ഫോക്കസ് കാണിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ഒരു ആക്ടിവിറ്റി ചെയ്ത് ഫോക്കസ് എന്താന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അടുത്തത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് കാണാനുള്ള ആക്ടിവിറ്റിയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. അല്ല മീൻ വെളിച്ചമില്ലാത്ത എന്തി അവിടെ? വെളിച്ചമില്ലാത്ത എന്തി? എന്നാ ലേറ്റഡ് ആണോ? ആർക്ക് വേണ്ടി? വർക്ക് ഏരിയയിലിരിക്കണ
വാ അത് ലൈറ്റ് ഒക്കെ ഉള്ളിടത്ത് ഇരിക്കട്ടോ, കാരണം നിങ്ങളുടെ മോൻ കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ എന്റെ മോൻ മറിച്ചിരുന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയുണ്ടാവും, ഇങ്ങനെ മറിച്ച് പിടിച്ചോണ്ട് ഇങ്ങനെ മുഴുവൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ പുള്ളി തമാശ പറയുവാണോ ഈ പുള്ളി ചിരിക്കുവാണോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂല കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് പോലും മതി, ഇന്നിപ്പോ പോട്ടെ. ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ആണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് വെറുതെ പഠിക്കുമല്ല, നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കും. എന്തിനാ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കണം? വല്ല അടുത്തുള്ള ഒബ്ജക്റ്റ് എടുത്താൽ പോരായിരുന്നോ? ആർക്ക് പറയാം? എന്തിനാ ഈ ദൂരെയുള്ള ഒബ്ജക്റ്റ് എടുക്കുന്നത്? ആർക്ക് പറയാം? ഈ ദൂരെ ഒബ്ജക്റ്റ് എടുക്കുന്നത് എന്തിനാ അല്ലെ? കഴിഞ്ഞ തവണയും പറഞ്ഞു ദൂരെ ഒബ്ജക്റ്റ് എടുക്കാൻ. അടുത്തെന്താ ഒബ്ജക്റ്റ് ഇല്ലാത്ത പറഞ്ഞോ? അബ്ദുല്ലേ പറഞ്ഞോ? അബ്ദുൽ അസീസ് പറഞ്ഞോ? സാറേ ഫോക്കസിൽ അറ്റ് ഫോക്കസിൽ കിട്ടും. അറ്റ് ഫോക്കസിൽ കിട്ടും. പിന്നെ അച്ചുവിന് എന്താ പറയാനുള്ള അതിനെ കുറിച്ച്? അത് തന്നെ ഇൻഫിനിറ്റിയിൽ വെച്ചാലേ ഫോക്കസ് കിട്ടുള്ളൂ. ഇൻഫിനിറ്റിയിൽ വെച്ചാലാണ് ഫോക്കസ് കിട്ടുള്ളൂ. അതല്ലാണ്ട് ഞാൻ വേറൊരു രീതിക്ക് പറയുവാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ എടുത്തു, ഇതേ ഒബ്ജക്റ്റ് ഇവിടെ എടുത്തു. ഓക്കെ, ഇവിടെ മിറർ വെച്ച് ഞാൻ പറയാം, മിറർ വെച്ചിട്ട് പറയാം. മിററല്ല നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചേക്കുന്നത്. ഇതിൽ നിന്ന് ലൈറ്റ് വരുവാണ്, അതാ ഇതിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരുവാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ലൈറ്റ് വരുവാണ്. ഏതാണ് പാരലല്? അപ്രോക്സിമേറ്റ് പാരലൽ ആയിട്ട് വരുന്ന ഏതാണ്? ദൂരെ വെക്കുന്നതാണോ അടുത്ത് വെക്കുന്നതാണോ? ഏതായിരിക്കും? ആർക്ക് പറയാം? ദൂരെ വെക്കുമ്പോഴാണ് ലൈറ്റ് പാരലൽ ആയിട്ട് ചെല്ലുക അതോ അടുത്ത് വെക്കുമ്പോഴാണോ? പറഞ്ഞോ അബിൻ പറഞ്ഞോ. സാർ ദൂരെ വെക്കുമ്പോ അല്ലേ? ദൂരെ വെക്കുമ്പോ അല്ലെ? എന്നാലാണ് പാരലൽ റേസ് ആണ് ഫോക്കസിൽ ചെന്ന് മീറ്റ് ചെയ്യുക അല്ലെ? പാരലൽ ആയിട്ട് ചെല്ലുന്ന ലൈറ്റ് റേ ആണ് ഫോക്കസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഉണ്ടാകും. നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വെച്ച് ഇന്ന് ഫോക്കസ് കാണാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ പറഞ്ഞോ ആരാണ്? അബിനെ പറഞ്ഞോ. സാർ നമ്മളെ റേ ഡയഗ്രാമിൽ ഇത് വെച്ചല്ലേ നോക്കണേ? ഏതാണ്? പാരലായിട്ട് വന്നിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസ്. റേ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മളത് ബുക്കിൽ ഒന്ന് കാണിക്കുന്നുള്ളൂ. റേ വരച്ച് കാണിക്കുന്നുള്ളൂ. എന്നാ 2 റേ മാത്രമൊന്നും അല്ല, ഇഷ്ടംപോലെ റേസ് വരുന്നുണ്ട്. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് 2-3 റേ, ഒരു സ്റ്റാൻഡേർഡ് റേസ് 3-4 എടുത്ത് നമ്മൾ അത് കാണിക്കുന്നു. ഓക്കെ, അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ റേസിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് എങ്ങോട്ട് പോകും നമുക്കറിയാം. പാരലായിട്ടാണ് ഈ ഫോക്കസിൽ കൂടെയാണ് ഈ പാരലൽ, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ്. അങ്ങനെ ആ റേയുടെ വഴി നമുക്ക് അറിയാലോ എങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? ഓരോ റേയും വരച്ച് പൊട്രാക്ടറിൽ ആംഗിൾ എടുത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഫ്ലാഷിനും ഈക്വൽ ആയിട്ട് വരയ്ക്കേണ്ടി വരും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കുറച്ച് റേ ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് റേ ഡയഗ്രത്തിൽ ചെയ്യുന്നത്, ആ മെത്തേഡ്. ഓക്കെ, ഇവിടെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലാണ്, നേരെ ലൈറ്റ് റേ മീറ്റ് ചെയ്ത് ഇമേജ് ഫോം ചെയ്തോളൂ. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ആ മിറർ ഹോൾഡർ എടുത്തേ. മിറർ ഹോൾഡർ ഇപ്പൊ അത് ലെൻസ് ഹോൾഡർ ആണ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ അവൻ ലെൻസ് ഹോൾഡർ ആണ്, മിറർ ഹോൾഡർ അല്ല, ലെൻസ് ഹോൾഡർ. എല്ലാവരും എടുത്തേ, എല്ലാവരും എടുത്തൊന്ന് ഫ്രണ്ടിൽ വെച്ചേ ലെൻസ് ഹോൾഡർ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കോൺവെക്സ് ലെൻസ് ഒന്ന് എടുത്തേ. കോൺവെക്സ് മാറിപ്പോരുതേ. സാറേ പറഞ്ഞോ, എടുക്കാൻ പോക്കോട്ടെ? പൊക്കോ പോയി എടുത്തിട്ട് പോരെ. ഒരു 5 മിനിറ്റ് ടൈം തരാം. കളഞ്ഞോ? അത് കളയരുതെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. ഒരു സാധനം കളയരുതെന്ന് ഞാൻ പറഞ്ഞേക്കുന്ന ആക്ട്. ഇതെന്താ ഇത്? നിങ്ങൾ ഓരോ ക്ലാസ് ചെയ്യുമ്പോൾ എറിഞ്ഞ് കളയാണോ? നിങ്ങൾ എക്സാം കഴിഞ്ഞ് മാത്സിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ ബുക്ക് ഇങ്ങനെ വലിച്ചെറിയുന്ന പോലെ? അതാണ് താല്പര്യം? അങ്ങനെ കളയരുത്. ആരാ പറഞ്ഞ കളഞ്ഞ ആളാരാണ്? ആരാണ് പേര് പറഞ്ഞേ? പേര് ഉറക്കെ പറ. സാബിത്ത്. എന്ത് കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അത് കളയരുതെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞ. ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ആവശ്യമുള്ളതാണ്. ചാർട്ട് വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്. പിന്നെന്ത്? നാളെ വേണം കേട്ടാ, നാളെ വേണം കേട്ടോ. നാളെ ഇല്ലാണ്ട് പറ്റില്ല. ഇന്നിപ്പോ കയ്യിൽ പിടിച്ചോ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇന്നിപ്പോ കയ്യിൽ പിടിച്ചോ. ബാക്കി പിന്നെ കളഞ്ഞു അല്ലേ? ഇത് കളയാൻ അത്ര എത്ര ബുദ്ധിമുട്ടാണ് ഈ സാധനം കയ്യിലിരിക്കുന്നത്. പറഞ്ഞോ, ഇനി ആരാ? സ്ക്രീൻ വേണോ? സ്ക്രീൻ വേണം. സ്ക്രീൻ ഇല്ലാത്തവർ തൽക്കാലം ഇന്ന് കേട്ടോ. നാളെ ഉടായിപ്പൊന്നും പറ്റില്ല കേട്ടാ. നാളെ ഒരു കയ്യില് ബുക്ക്, മറ്റേ കയ്യില് സ്ക്രീന്, ഇനി മൂന്നാമത് കാലുകൊണ്ട് മെഴുകുതിരി, ഇങ്ങനെ ഒന്നും പിടിച്ച് നാളെ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഓക്കെ, അതുകൊണ്ട് നാളെ ഉടായിപ്പ് പറ്റില്ല. നാളെ എല്ലാവരെയും കറക്റ്റ് സാധനങ്ങൾ ഉണ്ടാവണം. ഇന്ന് എന്ത് ചെയ്തോ? ഇന്നിപ്പോ മിറർ ഇല്ലാത്തൊരു ഹോൾഡർ ഇല്ലാത്തൊരു കൈ പിടിച്ചോ കേട്ടോ. കൈ പിടിച്ചിട്ട് ഇവിടെ ക്യാൻഡിൽ വേണ്ടല്ലോ, ഒബ്ജക്റ്റ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ്. സ്ക്രീൻ ഒരു കയ്യിൽ പിടിച്ചു, എന്നിട്ട് സ്ക്രീൻ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇമേജ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, അതായത് ദൂരെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ദൂരെ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, എന്നാലാണ് നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, നമ്മൾ മിററിൽ പഠിച്ചാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, ഇവിടെ അതുപോലെ തന്നെ. ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ പിള്ളേരെ. നമുക്ക് ഒബ്ജക്റ്റ് എഴുതി ഇവിടെ നോക്കി, ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുകയാണ്. എനിക്ക് സ്ക്രീൻ ഒബ്ജക്റ്റിന്റെയും ലെൻസിന്റെ ഇടയ്ക്കാണോ വെക്കേണ്ടത്, ലെൻസിന്റെ പുറകിലാണോ വെക്കേണ്ടത്, എവിടെയാ വെക്കേണ്ടത്? ആർക്ക് പറയാം? ഒബ്ജക്റ്റിന്റെയും നമ്മൾ മിറർ ചെയ്ത പോലെ ഒബ്ജക്റ്റിന്റെയും ലെൻസിന്റെ ഇടയ്ക്കാണോ സ്ക്രീൻ വെക്കേണ്ടത്, അതോ പറഞ്ഞോ എബിനെ പറഞ്ഞോ. സാർ ഇതിന്റെ ഫ്രണ്ടില്. അതെയാ? പിന്നെ വേറെ ലെൻസിന്റെ ബാക്കിലായിട്ട്. ലെൻസിന്റെ ഫ്രണ്ടിലാണെങ്കിൽ പിന്നെ മിറർ മതി, റിഫ്ലക്ഷൻ ആണ്. നമ്മൾ റിഫ്ലക്ഷൻ ആണോ പഠിക്കാൻ പോകുന്നത്? അല്ലല്ലോ, നമ്മൾ റിഫ്രാക്ഷൻ, ലൈറ്റ് കടന്നു പോവാണ്, ലൈറ്റ് തട്ടി തിരിച്ചു വരുന്നതല്ല, ലൈറ്റ് കടന്നു പോകുവാണ്. അപ്പൊ നമ്മൾ എവിടെയാ വെക്കണ്ടേ? ഒബ്ജക്റ്റ് അപ്പുറയും സ്ക്രീൻ ഇപ്പറേ ഇരിക്കണം കേട്ടാ. കുമ്പസരിക്കാനിരിക്കുന്നവർ ഒരാൾ അപ്പുറയും ഒരാൾ ഇപ്പറേ ഇരിക്കണം. ഓക്കെ, ലെൻസ് നടുക്ക് വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്കൂ, ഞാൻ ചെയ്യണ കണ്ടിട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സംശയങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് അതൊക്കെ ചോദിച്ചോ. അത് ഞാൻ ചെയ്യുന്നൊന്ന് കാണും. ഇപ്പൊ ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒരു സ്ക്രീൻ വെക്കുവാണ് കേട്ടോ. ഇതാ ഒരു സ്ക്രീൻ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടൊരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഈ സിസ്റ്റം ഇരിക്കുന്നോണ്ടാണ്. ഒന്ന് നോക്ക്, ക്ലിയർ ആണല്ലോ അല്ലെ? ഇതേ കണ്ടാ കാണുന്നുണ്ടോ? ദേ എന്റെ ഫ്രണ്ടിലുള്ള വിൻഡോയിലൂടെ ഞാൻ കാണുന്നതാണ്, കണ്ടാ? ഇത് ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും. ക്ലിയർ ആണോ? അതോ ആദ്യം വെച്ചപ്പോഴാണോ ക്ലിയർ ആയിരുന്നത്? എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ? ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടിരുന്നു, സ്ക്രീൻ പുറകിലേക്ക് കൊണ്ടിരുന്നു. എന്തെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നില്ല? ചെറുതായിട്ട് എന്താ കാണുന്നത്? കാണുന്നത് എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. ഓക്കെ, ജനലിൽ കൂടെ കുറെ ബിൽഡിംഗ്, കുറെ മരങ്ങളും ബിൽഡിംഗ് ഒക്കെയാണ്. ഇതുപോലെ നിങ്ങൾക്കും കാണാൻ പറ്റും കേട്ടോ. നിങ്ങളും ഇതുപോലെ ചെയ്യാം. നിങ്ങളുടെ വിൻഡോയ്ക്ക് നേരെ എല്ലാവർക്കും കിട്ടും കേട്ടോ. ഇതങ്ങനെ കിട്ടാണ്ടിരിക്കൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ലെൻസ് നിങ്ങളുടെ വിൻഡോ, ഇപ്പൊ കൈ പിടിക്കുന്നവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ വിൻഡോയ്ക്ക് നേരെ പിടിക്കുക, എന്നിട്ട് സ്ക്രീൻ പുറകിൽ വെക്കുക. സ്ക്രീൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഇമേജ് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇമേജിന്റെ പ്രത്യേകതകൾ നോക്കുക. ആ ഇമേജിന് എന്ത് പ്രത്യേകതയാണുള്ളത്. ഇപ്പൊ ക്ലിയർ ആയിരിക്കും. എന്താ നോക്കുക, ഹൈക്കൊക്കെ കാണുന്നുണ്ടോ? ഹയ കിട്ടുന്നുണ്ടോ? ചെറുതായിട്ട്. ആ ഇമേജ് കിട്ടുന്നുണ്ടോ നോക്കുക. ആ ഇമേജ് നേരെയാണോ, തലതിരിഞ്ഞാണോ, വലുതാണോ, ചെറുതാണോ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അച്ചു ചെയ്ത് കഴിഞ്ഞവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോട്ടോ, അത് നോക്കാം. ഇവിടെ വിൻഡോ ഇല്ല, ഈ മുറി ഒരു വിൻഡോ ഇല്ല. ആ ബാക്കിൽ കാണുന്നത് എന്താ? അത് സാധാ ജനല, അത് മാത്രമല്ല തടിയുടെ പുറകിലേക്ക് മിറ്റല്ല. ഒന്നും കിട്ടൂല. ഒരു പണിയെ പുറത്ത് പോയി ചെയ്തിട്ട് പോരാ, പുറത്ത് പോയി ചെയ്തിട്ട് വാ കേട്ടാ. ആ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യണം കേട്ടാ. ആ കിട്ടി കഴിയുമ്പോ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ലെൻസും സ്ക്രീനും തമ്മിലുള്ള, അതൊന്ന് മെഷർ ചെയ്ത് വച്ചേക്കാം. നമുക്ക് പിന്നൊരു ആവശ്യം ഉണ്ട് അതുകൊണ്ട് കേട്ടാ. ഓക്കെ, ബാക്കിയുള്ളവർ ചെയ്തോ. കിട്ടാത്തവര് പറഞ്ഞോ. അഭിന് കിട്ടിയാ? ഓക്കെ, കിട്ടും, കിട്ടാണ്ടിരിക്കൊന്നുമില്ല. എല്ലാവർക്കും കിട്ടും. രാവിലെ ക്ലാസ്സിലൊക്കെ എല്ലാവർക്കും കിട്ടി കേട്ടോ. നിങ്ങൾക്ക് കിട്ടും, കിട്ടാണ്ടിരിക്കൊന്നുമില്ല. ഇവിടെ നോക്കിക്കോ, നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരുമ്പോ ആ ഇമേജ് ഷാർപ്പാവും. കോൺവെക്സ് ലെൻസ്. കോൺകേവ് എടുക്കരുത് കേട്ടോ, ലെൻസ് മാറിപ്പോരുതേ. ഒന്ന് ഇങ്ങനെ മോൻ പിടിച്ചേ, വലുതായിട്ടല്ലേ കാണുന്നത് നോക്കിയേ. അടുത്ത് പിടിക്കുമ്പോ വലുതായിട്ട് കാണും. അടുത്ത് പിടിച്ച് നോക്കിയേ, എല്ലാരും വലുതായിട്ടല്ലേ കാണുന്നതെന്ന്. ആ ലെൻസാണ് എടുക്കേണ്ടത് കേട്ടാ. മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് ആണ്. മുഹമ്മദ് ഇഷാനെ പറഞ്ഞോ. ഇമേജ് കിട്ടി. ഇമേജ് കിട്ടിയാ? എന്താ ഇമേജ്? എങ്ങനത്തെ ഇമേജാ? നേരെയാണോ തലതിരിഞ്ഞാണോ, എങ്ങനെയാ? നേരെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തേ കേട്ടാ. സാർ തലതിരിഞ്ഞ് കിട്ടിയ. ആർക്കാ തലതിരിഞ്ഞ് കിട്ടിയേ? അബിന. ഓക്കെ, ചെക്ക് ചെയ്തോ. ബാക്കി എല്ലാരും ചെയ്തോ. അഹമ്മദ് അലീം, എല്ലാരും കാണട്ടെ. അഹമ്മദ് അലീമിന്റെ എന്താണ് ഇല്ലാന്നാണോ പറഞ്ഞേ? സാർ കിട്ടിയാ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുക.
ഹാമുദൈബിലൊക്കെ കിട്ടും. ആ കാണുന്ന വിൻഡോ അല്ല, ആ വിൻഡോയുടെ നേരെ ലെൻസ് വെക്കുക. എന്നിട്ട് ലെൻസിന്റെ പുറകിൽ സ്ക്രീൻ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൂടുന്നേ ഒത്തിരി ബാക്കിലേക്ക് പോവാണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടാ. അപ്പോ നല്ല ഷാർപ്പ് ഇമേജ് വരും കേട്ടോ. സാർ പറഞ്ഞോ. ഈ ഫോണിലും ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസ് ആണോ? ആ ലെൻസ്. പിന്നെ ഈ ചില ഈ ക്യാമറയിലും അതുപോലെ ലെൻസുകളിലൊക്കെ ഒന്നിലധികം ലെൻസുകളുണ്ട്. ഒരു ലെൻസ് അല്ല, 2 ലെൻസ് കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക, കോൺകേവും കോൺവെക്സും. അതിന് പല കാര്യങ്ങളുണ്ട് 2 ലെൻസും. അതായത് ഒറ്റ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പല ഇമേജിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ഡിസ്റ്റോർഷൻസ് ഒക്കെ വരും. അതുകൊണ്ട് 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് പറയുമ്പോ 2ന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാവുന്നതാണ് ഈ പറയുന്ന ബൈനോക്കുലറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ. ക്യാമറയൊക്കെ പറഞ്ഞോ. ലെൻസും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ നോക്കണ്ടേ? അത് തന്നെ, ലെൻസും ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ടേപ്പും പിടിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അത് വേണ്ട കേട്ടാ. സ്ക്രീനും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അളക്കുക. അത് ഡിസ്റ്റന്റ് ആണ്. ഒബ്ജക്റ്റ് നമ്മൾ ഡിസ്റ്റന്റ് എന്ന് എടുത്തു, ഡിസ്റ്റന്റ് ആണ്. ഈ ഡിസ്റ്റൻസ് വേണം. ഈ ഡിസ്റ്റൻസിന് എന്താ പേര് പറയാ? നിങ്ങൾ ഇപ്പൊ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഡിസ്റ്റൻസിന് ഒരു പേരുണ്ട്. ഫോക്കൽ ലെങ്ത്. ഫോക്കസ് അല്ലേ ഇത്? നമ്മൾ ഫോക്കസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി കൈ പിടിച്ച് ചെയ്യുന്നവർക്ക് ഇനി ഡിസ്റ്റൻസ് അളക്കണമെങ്കിൽ മെഷർ ചെയ്യാൻ പാടല്ലേ? നിങ്ങൾ ആ ഫോക്കസ് ഉണ്ടാക്കിയാൽ മതി. ഫോക്കസ് അവിടെ ഫോം ചെയ്ത് വെച്ചാൽ മതി. നാളെ എന്നിട്ട് എന്ത് ചെയ്തോ, സ്ക്രീനൊക്കെ റെഡി ആയിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി കേട്ടോ. ഇന്ന് ആ ഫോക്കസ് ഉണ്ടാക്കി വെക്കുക അതിനകത്ത് സ്ക്രീനിൽ. പറഞ്ഞോ. സർ ഇപ്പൊ ചെയ്തു ഒന്നുകൂടെ പറയാം. സ്റ്റക്ക് ആയി പോയി. ഒന്നുമില്ല. ആരപ്പോ ചോദിക്കുന്ന ആരാ? ഹയാണോ? ഓക്കെ. ഇവിടെ നോക്കിക്കോ. ഒന്നുമില്ല. നമ്മള് ലെൻസിന് നേരെ പുറകിലായിട്ട് സ്ക്രീൻ കൊണ്ടുപോയി വെക്കും. ലെൻസിന്റെ അപ്പുറത്ത് ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ലെൻസിലൂടെ ചെന്നിട്ട് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ക്രീൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. കണ്ടോ? ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതോറും നല്ല ഷാർപ്പായിട്ട് ഒരു ഇമേജ് ഫോം ചെയ്യും. ദൂരേക്ക് കൊണ്ടുവന്നാൽ അത് ബ്ലർ ആയിരിക്കും. കണ്ടോ? ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു ഷാർപ്പ് ഇമേജ് കണ്ടോ? ഇവിടെയാണ് എനിക്ക് ഷാർപ്പ് ഇമേജ് കിട്ടിയത്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ആ ഇമേജിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? നേരെയല്ലേ ഇരിക്കുന്നേ? ഇൻവെർട്ടർ ആയിട്ട് തോന്നണം അല്ലെ? അങ്ങനെ തോന്നണം കേട്ടോ. ഓക്കെ. പിന്നെ എല്ലാരും ചെയ്തോ? എല്ലാവർക്കും കിട്ടും ഇതുപോലെ കേട്ടോ. കിട്ടാണ്ടിരിക്കൊന്നുമില്ല. പറഞ്ഞോ റൈഹാനെ. പറഞ്ഞോ. റൈഹാൻ എന്താ പ്രശ്നം? കിട്ടിയാ? ഷെറിന് കിട്ടുന്നില്ല? അയ്യോടാ, ഷെറിനൊക്കെ ആദ്യം കിട്ടണ്ടേ. ഷെറിന് കിട്ടുന്നില്ല? കിട്ടി. ആൻഡ്രൈസ് മെഷർ ചെയ്യുവാണ്. ഓക്കെ. പിന്നെ ഇനി ആർക്ക് കിട്ടാ? ഷാരൂഖിന് കിട്ടിയാ? ഷാരൂഖ് ഏത് വിൻഡോയാ? വിൻഡോ ഓപ്പൺ ചെയ്തോ? ആ ലൈറ്റ് ഓഫ് ചെയ്തേ. ബെഡ്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തേ. എന്നിട്ട് ബെഡ്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കി. കിട്ടൂന്നേ. നിങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവോ? ഇനി എത്ര പേർക്ക് കിട്ടാത്തുണ്ട്? സാബിത്തിന് കിട്ടിയിട്ടില്ല. സാബിത്ത് ഇല്ലാത്ത ആളാണല്ലോ അല്ലെ? നോക്കിയാ? ഇതില്ലാന്ന് പറഞ്ഞ ആളാരാണ്? ആക്ടിവിറ്റി. ഈ റെയ്ഹാൻ എന്തായിരുന്നു പ്രശ്നം? മുഹമ്മദ് റെയ്ഹാൻ. എനിക്ക് കിട്ടി. അല്ല, ഇതന്നെ ഞാൻ പറഞ്ഞ ഈ ലെൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടോന്നാ? എല്ലാരും കയ്യിലില്ലേ? കിറ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ലെൻസ് ഇല്ലാത്തവര്? അബ്ദുൽ അസീസ് എന്താ പറഞ്ഞേ? സാർ എന്റെ ഇല്ല. എന്തേ ലെൻസ് ഇല്ലാത്ത? ഞാൻ മെച്ചൂറുള്ള. അപ്പോ അടുത്ത ദിവസത്തേക്ക് എങ്ങനെയാണെങ്കിലും അത് റെഡി ആക്കാം കേട്ടോ. അല്ലാണ്ടിരുന്ന പ്രയോജനം കിട്ടില്ല. നിങ്ങൾ അത് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ ആരാണ്? പറഞ്ഞോ. സാർ ഇപ്പൊ ഇരിക്കുന്ന ഫോണിൽ നെറ്റ് തീർന്നു. ഞാൻ വേറൊരു ഫോണിൽ നിന്ന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. പറഞ്ഞോ. കേറിക്കോ. ഓക്കെ. അപ്പൊ ക്ലിയർ ആണല്ലോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇനി ആർക്കെങ്കിലും കിട്ടാത്തയുണ്ടോ? ഇതാ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പറഞ്ഞാലാട്ടെ മനസ്സിലാവുള്ളൂ. കണ്ടോ? ഇല്ല, കിട്ടി. എല്ലാരും കിട്ടിയാ? അബ്ദുൽ അസീസ് പോട്ടെ. പിന്നെ ആരാ? മായിൻഷയ്ക്ക് എന്താ പറഞ്ഞ? മായിൻഷേഡിൽ ഇല്ല, പൊട്ടിപ്പോയി അല്ലെ? മിറർ എന്താണ് പ്രശ്നം? എന്താ മായിൻഷേടെ?
ഇത് ഇല്ല, ലെൻസ് ഇല്ല. ലെൻസ് ഇല്ല. അപ്പൊ നാളെ അറേഞ്ച് ചെയ്യുമല്ലേ? ആ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പിന്നെ വേറെ ആർക്കാ? പിന്നെ ആരാണ്? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യനർ തരട്ടെ. എന്തായി അവിടെ പോയ ആള് കണ്ടായിരുന്നോ? ആർക്കോ ഇവിടെ വിൻഡോ ഇല്ലാന്ന് പറഞ്ഞിട്ട് പുറത്തു പോയ ആള് അതാ വഴി പോയോ? ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് വിചാരിച്ച് പോയാ? ഇല്ലല്ലോ. ആരാണത്? എല്ലാരും കിട്ടിയാ? ഇനി കിട്ടാത്ത ആരോ ഉള്ളതെന്ന് കാണിച്ച്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോ. എല്ലാവർക്കും കിട്ടിയാ? കിട്ടിയില്ലോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഷാരൂഖിന് കിട്ടിയോ? ഷാരൂഖ് കിട്ടിയാ? എങ്ങനെയായിരുന്നു ഇമേജ്? എങ്ങനെയാ? വലുതല്ലായിരുന്നു? വര പോലെ? അത് ട്യൂബായിരിക്കും. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വേറെ കിട്ടൂല. ആ പുറകിലത്തെ വിൻഡോ തുറന്നൊരു മനുഷ്യ, ആ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് കിട്ടൂലോ. ആ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ട്രീ ഒക്കെ കിട്ടും. എത്ര ഡിസ്റ്റന്റ് ആവുന്നോ അത്രയും നല്ലതാട്ടോ. അതാണ് എന്റെ കോൺസെപ്റ്റ്. കാരണം എത്ര ഡിസ്റ്റന്റ് ആയാൽ അതനുസരിച്ച് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ളതായി പറയുന്നത്. പറഞ്ഞോ ഷാരൂഖ്, പറഞ്ഞോ. ഒന്നും കിട്ടൂല, അവിടെ ഷീറ്റ് ഇട്ടേക്കുക. അത് മതി. ഷീറ്റിന്റെ എങ്ങനെ കവർ ചെയ്ത് ഷീറ്റ് ഇട്ടേക്കുവാ? ഓക്കെ. എന്നാലും നോക്ക് കേട്ടോ, ഒന്ന് നോക്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അത്. അല്ല, ലൈറ്റ് ഓഫ് ചെയ്ത ആൾ അല്ലമീന് കിട്ടിയാ? അല്ലമീൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്, ഒരു മരം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നേ. അതിന്റെയൊക്കെ വല്ല ബിൽഡിങ്ങിന്റെ ആണെങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും അതിനകത്ത്. അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ചെറുതായിട്ട് വന്നാൽ മതി. അതുകൊണ്ടാണ് അടച്ചിട്ട് ഇരുട്ട് റൂമിൽ വരെ നമുക്കത് കിട്ടും. അല്ലമീൻ പറഞ്ഞോ. കിട്ടിയാ? ഇത് ലൈറ്റ്. ഓക്കെ, എല്ലാവരും കിട്ടില്ലോ? ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചു. ഇനി ആ ക്വസ്റ്റ്യനർ തരുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ബോധമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ നോക്ക്. ക്വസ്റ്റ്യനർ ഞാൻ പറയുന്ന മെത്തേഡാണ്. നിങ്ങൾ കണ്ണടയ്ക്കുക, എന്നിട്ട് ആൻസർ ആരും കാണിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എല്ലാം മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കാൻ പറയുമ്പോൾ എ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ബി ആണെങ്കിൽ 2 എന്ന് കാണിക്കുക, സി ആണെങ്കിൽ 3 എന്ന് കാണിക്കുക. സി ഉണ്ടെങ്കിൽ, സി എല്ലാത്തിലും ഒന്നുമില്ല, സി ഉള്ള കേസ് വരുമ്പോൾ 3 എന്ന് കാണിക്കുക. ഓക്കെ, ഇതാ ക്വസ്റ്റ്യനർ ഇതാ പിടിച്ചോ. ഹയക്ക് ക്ലിയർ അല്ലേ? ഹയ ഫസ്റ്റ് കാണിച്ചത് ക്ലിയർ ആയി. ഫസ്റ്റ് അത് തന്നെയാ. അത് മാത്രം കാണിച്ചോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ കോൺകേവ് കോൺവെക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, കോൺകേവ് തൊട്ടിട്ടില്ല. ഓക്കെ, ഇതാ ക്വസ്റ്റ്യനർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതാ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചോ. ഓക്കെ, ആരാ വായിക്കുക? അഭിനയ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുത്തേ മോനെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. സെർച്ച് താത്താമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ആരും എഴുതണ്ട കേട്ടോ, ഇപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. പറഞ്ഞോ. A real image is formed when two or more dash rays meet at a point. ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് രണ്ടോ അതിലധികമോ റേസ് മീറ്റ് ചെയ്യുമ്പോഴാണ്. ഓപ്ഷൻ എ, റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുമ്പോഴാണ് റിയൽ ഇമേജ് കിട്ടുന്നത്. ഓപ്ഷൻ ബി, റിഫ്രാക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുമ്പോഴാണ്. ഓപ്ഷൻ സി, റിഫ്ലക്റ്റഡ് ഓർ റിഫ്രാക്റ്റഡ്. ഓക്കെ, ഓപ്ഷൻ എ ആണെങ്കിൽ 1, ഓപ്ഷൻ ബി ആണെങ്കിൽ 2, ഓപ്ഷൻ സി ആണെങ്കിൽ 3. എല്ലാവരും കണ്ണടച്ചേ. ഇപ്പൊ ആരും കാണിക്കണ്ട, എല്ലാവരും കണ്ണടച്ചോ. കണ്ണടച്ചല്ലോ? ശരിക്കും കണ്ണടച്ച എല്ലാവരും. ഇനി ആരും കണ്ണു തുറക്കണ്ട. എന്നിട്ട് ഏത് ഓപ്ഷൻ ആണെന്നൊന്ന് കാണിച്ചേ. ഇൻസാഫ് വീഡിയോ ഓൺ ചെയ്തേ. ഏത് ഓപ്ഷൻ ആണെന്നൊന്ന് കാണിച്ചേ. ക്യാമറയിലേക്ക് ശരിക്കും കാണട്ടെ, ക്യാമറയിലേക്ക് ശരിക്കും കാണട്ടെ, ശരിക്കും കാണട്ടെ. ഗൗരിയുടെ ഒന്നും കാണുന്നില്ല, കണ്ടാലാണ്. ഓക്കെ, അഫിയ, ഷുവേബ്, ഗൗരി, ഷെറിൻ, അബിൻ, മുഹമ്മദ് അമാൻ, ഓക്കെ, മൈൻ ഷാ, സുഹൈൽ, ഇവരുടെ ഫസ്ന ഫാത്തിമ, അച്ചു, മുഹമ്മദ് ഫാസിൽ, ഇവരൊക്കെ തെറ്റാണ്. ഇനി കണ്ണു പറഞ്ഞോ. എന്താ തെറ്റെന്നറിയാ? റിഫ്ലക്റ്റഡ് റേസും റിയൽ ഇമേജ് ഫോം ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ റിഫ്ലക്ഷനിലെ ആക്ടിവിറ്റിയിലൊക്കെ സ്ക്രീനിൽ ഇമേജ് കിട്ടുമായിരുന്നോ? റിഫ്ലക്ഷനിലെ ആക്ടിവിറ്റി ചെയ്തപ്പോ സ്ക്രീനിൽ ഇമേജ് കിട്ടിയില്ലേ? അതെങ്ങനെയാ? റിഫ്ലക്ട് ചെയ്ത് വന്നിട്ട് മീറ്റ് ചെയ്തിട്ടല്ലേ? അപ്പൊ റിഫ്ലക്റ്റഡും ആവാം, റിഫ്രാക്റ്റഡും ആവാം. രണ്ട് റേസും റിയൽ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, റിയൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേസ് മീറ്റ് ചെയ്താൽ. അല്ലെങ്കിൽ നമ്മൾ മിററിൽ ഇമേജ് കിട്ടൂല്ലോ. മിററിൽ ഒരു കേസിൽ പോലും സ്ക്രീനിൽ ഇമേജ് കിട്ടരുത്. അങ്ങനെയാണെങ്കിൽ കിട്ടിയില്ലോ, നമുക്ക് റിയൽ ഇമേജ് കിട്ടി. അപ്പൊ റിഫ്ലക്ഷനും ആവാം, റിഫ്രാക്ഷനും ആവാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. കുറെ പേർക്കൊക്കെ തെറ്റും ഈ കോൺസെപ്റ്റ്. കാരണം ഇപ്പൊ റിഫ്രാക്ഷൻ പഠിക്കുമ്പോൾ മറ്റത് മറന്നു പോകരുത്. രണ്ടും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് റിഫ്ലക്റ്റഡ് റേസും ആവാം, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ്, രണ്ടിനും ഫോം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എഴുതി.
ഓക്കെ, ആദ്യം തെറ്റിച്ചവർക്ക് ശരിയാക്കാനുള്ള ഒരു അവസരമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എഴുതി കഴിഞ്ഞോ? ശ്രേയ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുക്കുമോളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Refracted rays from convex lens dash an image on screen. റിഫ്രാക്റ്റഡ് റേസ് ഫ്രം കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ നിന്നുള്ള അതായത് ഈ റേസ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് ലെൻസിലേക്ക് എത്തിയിട്ട് ഇവിടുന്ന് കടന്നു പോവുകയാണ്. റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാം. അതിന്റെ റേ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. റിഫ്രാക്ഷൻ നടന്ന് പുറത്തേക്ക് പോവല്ലേ, ട്രാൻസ്മിറ്റ് ചെയ്യല്ലേ ലൈറ്റ്, ഇതിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ ആ ലൈറ്റ് റേ മീറ്റ് ചെയ്തു അല്ലെ, മീറ്റ് ചെയ്തു അല്ലല്ലോ, ഇമേജ് ഫോം ചെയ്തു സ്ക്രീനിൽ. ഓക്കെ, സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തു. രണ്ടാമത്തത് സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തിട്ടില്ല. കണ്ണടച്ചോ, കണ്ണടച്ചോ. ഇനി ഓപ്ഷൻ എ ആണെങ്കിൽ 1 കാണിക്കുക, ഓപ്ഷൻ ബി ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഇമേജ് ഫോം ചെയ്തെങ്കിൽ 1, ഇമേജ് ഫോം ചെയ്തില്ലെങ്കിൽ 2. എന്ത് ചോദ്യമൊക്കെയല്ലേ ചോദിക്കണേ? ഒന്നും മനസ്സിലാവാത്ത പൊട്ടന്മാരുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഫോം അല്ലെ, ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. റിഫ്രാക്റ്റഡ് റേസ് ഫ്രം കോൺവെക്സ് ലെൻസ് ഫോംസ് ആൻ ഇമേജ് ഓൺ സ്ക്രീൻ. സ്ക്രീനിൽ ഇമേജ് റിഫ്രാക്റ്റഡ് റേസ് ഫോം ചെയ്തു. ഇനി അച്ചു തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുക്കും. Refracted rays from a convex lens dash at a point. Meet doesn't meet. ഓക്കെ, അതായത് ഈ വരുന്ന റേസ് ഒക്കെ ഉണ്ടല്ലോ, റിഫ്രാക്ഷന് ശേഷം ഏതോ ഒരു പോയിന്റിലേക്ക് അതെല്ലാം കൂടി ചെന്ന് മീറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഇമേജ് കിട്ടിയത്. അതാണ് ക്വസ്റ്റ്യൻ. മീറ്റ് ചെയ്തുകൊണ്ടാണോ അതോ അല്ലയോ? അതായത് ഈ വരുന്ന ലൈറ്റർ എല്ലാം കൂടി ചെന്നിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഫോക്കസ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു ഇമേജ് അവിടെ കിട്ടിയതെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ണടച്ചോ. ഓപ്ഷൻ എ അങ്ങനെ മീറ്റ് ചെയ്തു, ഓപ്ഷൻ ബി മീറ്റ് ചെയ്തില്ല കേട്ടോ. 1 or 2 എന്ന് കാണിക്കും. എല്ലാവരും കണ്ണടച്ചേ, എന്നിട്ട് കാണിച്ചേ 1 ആണോ 2 ആണോ? എല്ലാവരും കണ്ണടക്കേ, കണ്ണാരും തുറക്കല്ലേ. 1 ആണോ 2 ആണോ? അച്ചുവിന് മാത്രം എന്തേ 2 ആയി പോയേ? ദാ ഇവിടെ അഹമ്മദ് അബ്ദുൽ കരീം പെട്ടെന്നൊരു മാറ്റിലായിരുന്നു 2 കാണിച്ചിട്ട് അല്ലെ. എന്തേ രണ്ടുപേർക്കും 2 ആയി പോയെ? മീറ്റ് ചെയ്തില്ലേ? റേ മീറ്റ് ചെയ്യുമ്പോഴല്ലേ ഇമേജ് കിട്ടുക. റിയൽ ഇമേജ് എപ്പോഴാ ഫോം ചെയ്യാ? റേ മീറ്റ് ചെയ്തോണ്ടത് നിങ്ങൾ തന്നെയല്ലേ മനുഷ്യതേ മേളി പറഞ്ഞിരിക്കുന്നത്. റിയൽ ഇമേജ് ഈസ് ഫോംഡ് വെൻ റേസ് മീറ്റ് അറ്റ് എ പോയിന്റ് എന്ന്. എന്നിട്ട് താഴെ പറയുകയാണ് മീറ്റ് ചെയ്തില്ല എന്നോ? അതെന്ത് വർത്താനാണ്? മീറ്റ് ചെയ്തു കേട്ടാ. റിഫ്രാക്റ്റഡ് റേസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഇമേജ് കിട്ടിയത്. നമ്മൾ റിഫ്ലക്ഷനിൽ പഠിച്ച കോൺസെപ്റ്റ് തന്നെ. റിഫ്ലക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഇമേജ് കിട്ടുന്നത്. നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിന് 2 റേ മാത്രം എടുത്ത് വരയ്ക്കുന്നുള്ളൂ. ഈ വരുന്ന റേസ് എല്ലാം അവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഒബ്ജക്റ്റീവ് നിന്ന് വരുന്ന റേസ് എല്ലാം കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഇമേജ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് മീറ്റ് ചെയ്തു. ഓക്കെ, റിഫ്രാക്റ്റഡ് റേസ് ഫ്രം എ കോൺവെക്സ് ലെൻസ് മീറ്റ് അറ്റ് എ പോയിന്റ്. മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാരലൽ റേസ് റിഫ്രാക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ എന്തെന്ന് വിളിക്കാം? ഒന്ന് കൈവെക്കാവോ? ആർക്കെങ്കിലും അറിയാവുന്നവര്? ആ ക്വസ്റ്റിനോട് ആഡ് ചെയ്യാറുന്നു അല്ലെ, ഞാൻ വിട്ടുപോയി. റിഫ്രാക്റ്റഡ് റേസ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ആർക്ക് പറയാം? ഒരാൾ പറഞ്ഞോ, ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോ. ഫോക്കസ് അല്ലെ, അതാണ് ഫോക്കസ്. നമ്മൾ ഫോക്കസിന് ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റേ വരച്ച് മിറർ ചെയ്ത പോലെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ തൽക്കാലം അത് എഴുതണമെന്നില്ല. 4th ക്വസ്റ്റ്യൻ നോക്കുക. 4th ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ് ആരാ വായിക്കുക? ഫസ്ന വായിച്ചോ. ഫസ്ന വായിച്ചോളൂ. Image of distant object formed by convex lenses, real or virtual. കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്ന ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് റിയൽ ആണോ വിർച്വൽ ആണോ? കണ്ണടച്ചോ. റിയൽ ആണോ വിർച്വൽ ആണോ? കണ്ണടച്ചേ, എല്ലാരും കണ്ണടച്ചോ. റിയൽ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, വിർച്വൽ ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. റിയൽ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, വിർച്വൽ ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. പെട്ടെന്ന് കാണിക്കുക. എല്ലാരും കാണിച്ച് കണ്ണ് തുറക്കെല്ലാരും. ആരാ? മൂസിൻ മുസ്തഫയ്ക്ക് മാത്രം 2 ആണോ? മൂസിന് അതെന്താ? വിർച്വൽ ഇമേജ് ആണോ അത്? സ്ക്രീനിൽ കിട്ടുന്നത് വിർച്വൽ അല്ല, റിയൽ ആണ് കേട്ടാ. റിയൽ ആണ്. അത് ശരിക്കും മീറ്റ് ചെയ്തു. അവിടെ മീറ്റ് ചെയ്താൽ നമുക്ക് തോന്നിയതല്ല, ശരിക്കും മീറ്റ് ചെയ്തു. അത് റിയൽ ആണ്, റിയൽ. ഓക്കെ, അടുത്ത് ഇത് രണ്ടും കൂടെ പറഞ്ഞു നിർത്താം. ഇത് രണ്ടും കൂടെ കേട്ടോ. അടുത്ത് ഹൈലി ഡിമിനിഷ്ഡ്, എൻലാർജ്ഡ്, സെയിം സൈസ്. ചെറുതാണ്, വലുതാണ്, ഒരേ വലിപ്പമാണ്. കണ്ണടച്ചിട്ട് മതി. ഇനി ഓപ്ഷൻ കാണിച്ചോ.
മൂസി മുസ്തഫയ്ക്ക് വീണ്ടും 2 ആണ് അല്ലെ? അച്ചുവിന് 3 ആണോ? മൂസിനെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാർജ് എന്ന് പറയുമ്പോ എന്താണെന്നറിയോ? നമ്മൾ അവിടെ കണ്ട ആ വീടൊക്കെ നമ്മുടെ ഈ കുഞ്ഞു പെട്ടിക്കകത്താ കണ്ടേക്കണ, കുഞ്ഞു സ്ക്രീനിനകത്ത്. ആ വീട് നമ്മുടെ സ്ക്രീനിൽ കിട്ടണമെങ്കിൽ എല്ലാർജ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ക്രീനിന് വീടിനേക്കാളും വലിപ്പം ഉണ്ടാവണ്ടേ അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിന് മരത്തിനേക്കാളും വലിപ്പം ഉണ്ടാവണ്ടേ? അപ്പൊ എല്ലാർജ് അല്ല, സെയിം സൈസും അല്ല, ഹൈലി ഡിമിനിഷ്ഡ് ആണ് കേട്ടോ, ഹൈലി ഡിമിനിഷ്ഡ്. ഇനി തേർഡ് വൺ, ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? തീർച്ചയായിട്ടും ഇൻവേർട്ടഡ് ആണ്. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. സ്ക്രീനിൽ കിട്ടിയ നേരെയുള്ള ഇമേജ് സ്ക്രീനിൽ കിട്ടൂലെന്നേ. സ്ക്രീനിൽ ഇറക്റ്റ് ഇമേജ് ഇല്ല, സ്ക്രീനിൽ എപ്പോഴും കിട്ടുന്ന ഇൻവേർട്ടഡ്. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ്, അതായത് റിയൽ ഇമേജ് വിൽ ബി ഓൾവേസ് ഇൻവേർട്ടഡ്. റിയൽ ഇമേജ് എന്താണെന്ന് മനസ്സിലാവാത്തവര് മേളിൽ എഴുതി വെച്ചോ, സ്ക്രീനിൽ കിട്ടുന്നത് കേട്ടാ. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. റിയൽ ഇമേജ് എന്ന് കണ്ടാൽ പിന്നെ ഒന്നും നോക്കട്ടെ, ഇൻവേർട്ടഡ് ഇറക്റ്റ് ഇല്ല കേട്ടാ, വിർച്വലിലേക്കാണ് ഇറക്റ്റ് വരിക. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കിയുണ്ട്, നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്യാനുണ്ട്. അതിപ്പോ നാളെ ചാർട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്ത് ആക്ടിവിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you. Okay. Sir. Thank you, sir. സാർ പറഞ്ഞോ. ഈ കോൺകേവ് ലെൻസിന്റെ 2 യൂസസ് അറിയാമോ? യൂസ് നമുക്ക് എല്ലാം ലാസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ കാരണം സാർ, ഇമേജ് പിന്നെ ഉണ്ടല്ലോ ഫോർമേഷൻ, അതായത് ഇമേജ് ഫോർമേഷൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് യൂസ് പറയുന്നതാണ് എന്റെ ആ ഓർഡർ. കാരണം ഇമേജ് ഫോർമേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ യൂസ് പറയാ, ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. സാർ പറഞ്ഞോ. ആ ഇവനാണോ അഹമ്മദിനെ പറയണോ അല്ലെ, എങ്ങനെയാ എന്തൊക്കെയാന്നുള്ളത് അല്ലെ? ഇത് ഒരു മിറർ ഹോൾഡർ ഉണ്ടാക്കിയില്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിക്ക് വേണ്ടി, ഓർക്കുന്നുണ്ടോ? ഇത് റെഡി ആക്കുക. ഇത് സ്ക്രീൻ വേണം. ലെൻസ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. പിന്നെ 2 ചാർട്ട് മേടിക്കുക, 2 വലിയ ചാർട്ട് സാധാരണ നമ്മൾ മേടിക്കുന്ന ചാർട്ട് തന്നെ കേട്ടോ. 2 ചാർട്ട്, ഇതിന്റെ ഒരു ഹോൾഡർ, ഇത് വെക്കാൻ ഒരു ഹോൾഡർ, ലെൻസ് വെക്കാൻ, പിന്നെ ക്യാൻഡില്, നേരത്തെ ആക്ടിവിറ്റിക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, ക്യാൻഡില്, ലൈറ്റർ, പിന്നെ ഒരു കട്ടി കൂടിയ മാർക്കർ, സ്കെയില്, ഇതൊക്കെ 30 സെന്റിമീറ്ററിന്റെ സ്കെയിലൊക്കെ. ഓക്കെ ആണോ? സാർ പറഞ്ഞോ പിന്നെ പറഞ്ഞോ. നമ്മൾ ഈ ലെൻസിക്കടെ സൺലൈറ്റ് നോക്കിയ എന്തെങ്കിലും വിഷയം ഉണ്ടോ? ലെൻസ് പ്രശ്ന ഏതാ? കോൺവെക്സ് ലെൻസ്. സാർ അത് വേറെ വല്ല കുഴപ്പമുണ്ടോ? കണ്ണിന് പ്രശ്നമാണ്. അത് എന്താന്ന് വെച്ചാൽ ഈ ലൈറ്റർ എല്ലാം കൂടി കൺവേർട്ട് ചെയ്തിട്ടാണ് വരിക. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, ആ ലൈറ്റർ എല്ലാം കൂടി, അതായത് വരുന്ന ഇപ്പൊ ഒരു പേപ്പർ വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കത്തി പോവാ പേപ്പർ. ഓക്കെ, അതായത് സൂര്യനിലേക്ക് നോക്കുന്ന അപകടം, സൂര്യനിലേക്ക് നേരെ നോക്കുന്ന അപകടം തന്നെ. സാർ കോൺവെക്സ് ആണോ? കോൺവെക്സ്. സാർ ഇന്നാള് ഞാൻ ആ ലെൻസിക്കടെ നോക്കിയിട്ട് തലവേദനയായിരുന്നു, അതാ പ്രശ്നം. നമ്മള് സൂര്യന്റെ നേരെ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും കുറെ നേരം, കണ്ണിന്. ഓക്കെ, താങ്ക് യു സാർ. അത് ഈ ലൈറ്റർ എല്ലാം കൂടി കൺവേർട്ട് ചെയ്തിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയും. അപ്പൊ ആ പേപ്പറിലേക്ക് നമ്മൾ അടിക്കുവാണെങ്കിൽ. ഓക്കെ സാർ.